السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിക്കുകയും നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സകല സംവിധാനങ്ങളും ഒരുക്കുകയും മാതാവിനേക്കാളും പിതാവിനേക്കാളുമേറെ നമ്മളെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ വ്യഥാ സൃഷ്ടിച്ചതല്ലെന്നും നമ്മൾ മനസ്സിലാക്കുന്ന ജനനം കൊണ്ട് തുടങ്ങി മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തിൻ്റെ ചെറിയ ഒരു ഫ്രെയിമിനപ്പുറത്തേക്ക് മരണത്തോടുകൂടി ആരംഭിക്കുന്ന മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമെന്നും ആ മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്നും അവിടെ രക്ഷ കിട്ടാനും ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും കാലാകാലം സൗഖ്യത്തോടുകൂടി ജീവിക്കാനുമുള്ള വിശാലമായ സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തൻ്റെ അടിയാന്മാർക്ക് ഒരുക്കി വച്ചിട്ടുണ്ട് എന്നും അതിനുവേണ്ടി ഈ ചെറിയ ഒരു ജീവിതത്തെ നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരു സ്ഥലത്തിൽ ഏതോ മാതാപിതാക്കൾക്ക് ഏതോ ഒരു സാമ്പത്തിക സാമൂഹിക അവസ്ഥയിൽ നമ്മൾ ജനിക്കുകയും നമ്മുടെ അറിവോ സമ്മതമോ ഇല്ലാതെ വീണ്ടും നമ്മൾ തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്യുന്ന ഈ ചെറിയ ഒരു ജീവിതത്തിൻ്റെ ഫ്രെയിം, അത് ഒരു പരീക്ഷണം മാത്രമാണ് എന്ന് ജീവിതത്തെക്കുറിച്ച് ഏറ്റവും ശരിയായ തിരിച്ചറിവ് നമുക്ക് നേടാൻ സാധിക്കുകയും ഈ ജീവിതത്തിൽ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് എല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും റബ്ബിനെ ഓർത്തുകൊണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് പ്രയാസങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് അല്ലാഹുവിനോടുള്ള സ്നേഹം ജീവിതത്തിലുടനീളം നിലനിർത്തിക്കൊണ്ട്
ആർക്കാണോ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അവർക്കാണ് ജീവിതത്തിൽ വിജയമുള്ളത് എന്നാണ് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളുമെല്ലാം മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാറി വരുന്ന ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ കുട്ടികളൊക്കെ പറയും, ഇപ്പം എൻ്റെ ചെറിയ കുട്ടികളും വലിയ കുട്ടികളുണ്ട്. ഇപ്പോൾ മൂത്ത കുട്ടി കുറച്ചധികം പ്രായമായി, ചെറിയ കുട്ടിക്ക് വളരെ ചെറിയ കുട്ടിയാണ്. അപ്പം നമുക്ക് പലപ്പോഴും തോന്നും വലിയൊരു ജനറേഷൻ ഗ്യാപ്പ് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമ്മളെ കുട്ടികളെ എല്ലാവരും പരാതിപ്പെടുന്നത് നമ്മളെ കുട്ടികളെ നമുക്ക് മനസ്സിലാകണില്ല എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തുള്ള തന്നെയാണ്. ഇപ്പോൾ നമ്മളെ വാപ്പിയും നമ്മളും തമ്മിലൊരു ഗ്യാപ്പുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളെ കുട്ടികളും നമ്മളും തമ്മിലുള്ള ഗ്യാപ്പ്, ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലേ. ജെൻസി എന്നൊക്കെയാണ് ഒരു പറയാം. നമ്മളെ ഒരു മില്ലേനിയം വൈബ് എന്നാണ് നമ്മളൊക്കെ കളിയാക്കൽ. നമ്മളൊക്കെ മില്ലേനിയം വൈബിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, ഓലൊക്കെ ജെൻസികളാണ്. അപ്പോൾ സത്യത്തിൽ വലിയ കുട്ടിയും ചെറിയ കുട്ടിയും തമ്മിൽ പോലും എന്തുണ്ട്, ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അത് ചെറിയ കുട്ടിയുടെ എമോഷൻസ് വലിയ കുട്ടികൾക്ക് മനസ്സിലാണില്ല. അവരെ മെസ്സേജ് അയക്കുമ്പോൾ അവരെ എമോജികൾ പോലും വലിയ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിൽ മാറ്റങ്ങളുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും സത്യത്തിൽ മനുഷ്യനെന്ന ജീവി വളരെയധികം പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കുമിടയിൽ തന്നെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടെക്നോളജി നമുക്ക് എല്ലാ സൗകര്യങ്ങളൊന്നുണ്ട് അല്ലേ. നമ്മൾ ഇപ്പോൾ എഴുതാനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മൊബൈലിൽ നമ്മൾ സ്ക്രീനിൽ എഴുതിയാൽ റൈറ്റ് വരും, റൈറ്റപ്പുകൾ വരും, എല്ലാത്തിനും നമുക്ക് സൗകര്യങ്ങൾ കൂടി. ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വികാരങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കൗൺസിലിങ്ങിനും ഇതിനൊക്കെ വരുമ്പം മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും ആളുകൾക്ക് കുറയുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ സൗകര്യങ്ങൾ എത്ര തന്നെ കൂടിയാലും മനുഷ്യൻ്റെ മാനസികമായ സംഘർഷങ്ങളും പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ. ഇപ്പോൾ പണ്ട് നമ്മളെ വീട്ടിൽ 8-10 കുട്ടികളെ വളർത്തിയാൻ കഷ്ടപ്പെടുന്നതിനേക്കാൾ കഷ്ടപ്പാടാണ് ഒരു കുട്ടിയെ വളർത്താൻ, അല്ലെങ്കിൽ 2 കുട്ടികളെ വളർത്താൻ. എല്ലാവരും കൂടി നോക്കിയിട്ടും എത്തുന്നില്ല എന്ന് ആൾക്കാർ പറയാം. വല്യമ്മയും വല്യാപ്പിയും സർവൻറ്റും ഡേ കെയറും ഒക്കെ കൂടി നോക്കിയിട്ടും 2 കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ പെടാപ്പാടുപെടുകയാണ് മനുഷ്യന്മാർ. അതാണ് മനുഷ്യനെന്ന ജീവിയുടെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് നമ്മളെ വികാരങ്ങൾ, മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ വികാരങ്ങൾ, അതിപ്പോൾ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അസൂയയാണെങ്കിലും ഇതിനൊന്നും ഒരു മാറ്റവും കാലങ്ങളായിട്ട് വരുന്നില്ല. ഇപ്പോൾ ടെക്നോളജിയും സൗകര്യങ്ങളൊക്കെ എത്ര അഡ്വാൻസ് ചെയ്ത് പോയാലും മനുഷ്യനെന്ന ആ ജീവിയുടെ വികാരങ്ങളെല്ലാം തന്നെ അന്നും ഇന്നും ഏകദേശം ഒരേപോലെയാണ് അല്ലേ. നമുക്ക് സങ്കടം വരും, ദേഷ്യം വരും, ദുഃഖം വരും, ഇതിലൊന്നും മാറ്റങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ സംഘർഷങ്ങൾ കൂടി കൗൺസിലിങ്ങിലും അതേപോലെ തന്നെ എവിടെ നമ്മൾ കൗൺസിലിംഗ് സെൻറ്ററുകൾ തുറന്നാലും അവിടെയൊക്കെ തിരക്കാണ്. ഇപ്പോൾ പലപ്പോഴും ആശുപത്രിയിൽ നമ്മൾ OP-യിലേക്ക് രോഗികൾ വരുമ്പം ആദ്യമൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും നമുക്കിങ്ങനെ സ്പീഡിൽ നോക്കാൻ പറ്റിയിരുന്നു. ഇപ്പം നമുക്ക് അങ്ങനെ സ്പീഡിൽ നോക്കി വിടാൻ പറ്റില്ല. ഒരാളെടുത്ത് തന്നെ 2-3 MRI ഒക്കെ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഈ MRI ഒന്ന് എടുത്ത് നമുക്കൊന്ന് നോക്കണ്ടേ. ഇപ്പോൾ ടെസ്റ്റുകളുടെ എണ്ണമൊക്കെ ഇപ്പോൾ പരിശോധിച്ചാൽ ഇങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരുടെ കയ്യിലും 2-3 MRIയും കുറേ പ്രശ്നങ്ങൾ ആളുകൾക്ക് പറയാനുണ്ടാവും. വരുന്ന രോഗികളിൽ ഭൂരിപക്ഷം സ്ത്രീജനങ്ങളായിരിക്കും. അപ്പം ഇതിലൊക്കെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാനസിക വ്യാപാരങ്ങൾ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാധുര്യമെന്നത്, ഹലാവത്തുൽ ഈമാൻ. നമ്മളെ വിശ്വാസം നമുക്ക് ഒരു
ആസ്വാദനമായി, ജീവിതത്തിലെ വലിയ ഒരു തണലായി, ആശ്വാസമായി ഈ തൗഹീദ്, ഈ വിശ്വാസം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നു, അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ ദീൻ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിനെ അറിയേണ്ട പോലെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ ആരാധിക്കേണ്ട പോലെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന് ആ 13 വർഷം കൊണ്ട് മക്കയിലെ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത ആ ദീനുണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ നേതാവായി, ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ മഹാത്മാക്കളിൽ ഏറ്റവും പ്രധാനിയായി, അന്യമതസ്ഥരായ ആളുകൾ പോലും ഗ്രന്ഥങ്ങൾ രചിക്കാൻ മാത്രം എന്ത് വിപ്ലവമാണ് ലോകത്ത് ഉണ്ടായത് എന്ന് പരിശോധിക്കുന്ന ഏതൊരാൾക്കും വളരെ ലളിതമായി ബോധ്യപ്പെടുന്ന കാര്യമാണ് അല്ലേ? നമുക്കറിയാം, അറേബ്യ എന്ന ഒരു ഉപഭൂഖണ്ഡം അല്ലെങ്കിൽ അറേബ്യ എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശം, ലോകത്തിൻ്റെ മാപ്പ് ഗ്ലോബ് എടുത്ത് നമ്മളിങ്ങനെ നിവർത്തി, ആ മാപ്പ് ഇങ്ങനെ നിവർത്തി വെച്ചാൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും വലിയ സംസ്കാരങ്ങൾ ജീവിച്ചിരുന്നു അല്ലേ? ഒരു ഭാഗത്ത് പേർഷ്യൻ എംപറർമാർ കാലങ്ങളായി അവരുടെ അധികാരം കയ്യാളിക്കൊണ്ടിരിക്കുന്ന 800-700 വർഷങ്ങളായി ചക്രവർത്തിമാരും വലിയ സൈന്യങ്ങളുമായി വലിയൊരു സാമ്രാജ്യമാണ് അറേബ്യയുടെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അറേബ്യയുടെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് റോമൻ സാമ്രാജ്യമാണ്. അതിനും ഒരു 100-800 വർഷത്തെ പാരമ്പര്യമുണ്ട്, വലിയ വലിയ സൈന്യങ്ങളുണ്ട്, ആൾബലങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തിയുള്ള വലിയ 2 സാമ്രാജ്യങ്ങളാണ് അറേബ്യയുടെ 2 സൈഡിലുമായിട്ട് കാലങ്ങളോളം ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കാർക്കും അറേബ്യയെ പരിചയമില്ല. കാരണം നമ്മൾ ഭൗതികമായ ഏതൊരു മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിച്ചാലും ആ നാടിനൊരു പ്രസക്തിയുമില്ല. ഒരു കൃഷി അവിടെ സാധ്യമല്ല അല്ലേ? വരണ്ട ഭൂമിയാണ്, ഒന്നിനും പറ്റാത്ത ഒരു നാടാണ്, ബാരൻ ലാൻഡ് എന്നാണ് നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഒരു സംസ്കാരം, ലോകത്തെ വ്യത്യസ്ത സംസ്കാരങ്ങൾ വളർന്നു വന്നത് എവിടെയാണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം വെള്ളമുള്ള ഇടത്താണ്. നൈലിൻ്റെ തീരത്ത്, സിന്ധിൻ്റെ തീരത്ത്, സിന്ധു നദീതട സംസ്കാരം, നൈൽ നദീതട സംസ്കാരം, ഇതൊക്കെ വെള്ളമില്ല സ്ഥലത്താണ് സംസ്കാരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ലോകത്തെവിടെയും മരുഭൂമിയിൽ ഒരു സംസ്കാരം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അറേബ്യയെ മാനദണ്ഡമാക്കിക്കൊണ്ട്, അറേബ്യയെ ബേസ് ചെയ്തുകൊണ്ട് ലോകത്തിലൊരു പുതിയ സംസ്കാരം കടന്നു വരികയും ആലോചിച്ച് നോക്കി, 23 വർഷത്തെ ജീവിതം കൊണ്ട് 13 വർഷത്തെ മക്കാ കാലഘട്ടവും 10 വർഷത്തെ മദീന കാലഘട്ടത്തിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനങ്ങളിലേക്ക് പകർന്നു നൽകിയ ഒരു ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുണ്ട്. അതാണ് നമ്മൾ ദീനെന്ന് വിളിക്കുന്ന, നമ്മൾ മുസ്ലിമാണെന്ന് പറയുന്ന, നമ്മൾ മുഅ്മിനാണെന്ന് പറയുന്ന നമ്മുടെ വിശ്വാസപരമായ ചില കാര്യങ്ങളും അടിത്തറകളുമെല്ലാം നമ്മൾ കൃത്യമായി ആ പ്രവാചകനിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു വന്ന് അത് ആശ്രയിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷം കൊണ്ട് നബി വഫാത്തായി. അതിനുശേഷം അവിടെ ഖുലഫാ ഉർ റാഷിദുകൾ ഭരിച്ചു. ഏകദേശം അമവിയ ഖിലാഫത്ത് അവസാനിക്കുമ്പോൾ, ഹിജ്റ 130 കാലഘട്ടമാകുമ്പോഴേക്കും അമവിയ ഖലീഫകൾ അവസാനിക്കുമ്പോൾ ലോകത്തിൻ്റെ 2 ഭാഗത്ത്, ഈ അറേബ്യയുടെ 2 ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ഏറ്റവും പഴക്കം ചെന്ന, വളരെയേറെ 700, 800, 900 വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടായിരുന്ന, ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ അധികാരം വാണിരുന്ന, ഏറ്റവും വലിയ സൈനിക ശേഷി ഉണ്ടായിരുന്ന ലോകത്തെ 2 ശക്തികൾ ഇല്ലാതെയാവുകയാണ് അല്ലേ? വലിയൊരു സൈന്യത്തിൻ്റെ ആൾബലമില്ലാത്ത 130 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സമൂഹം അവരെ കീഴ്പ്പെടുത്തുകയാണ്. ഈ 2 സമൂഹങ്ങളെയും സംസ്കാരങ്ങളെയും കീഴ്പ്പെടുത്തി അവിടെ മൊത്തം ഇസ്ലാമിക സാമ്രാജ്യം കടന്നു വരികയാണ്. ഒരു വലിയ സൈനിക ശേഷിയില്ല അല്ലേ? അവിടെ പ്രത്യേക സൈന്യങ്ങളില്ല, സാധാരണക്കാരനാണ് അവിടെ സൈന്യം. അവിടെ വലിയ സൈന്യങ്ങളില്ല, അവിടെ വലിയ പാരമ്പര്യമില്ല, വെറും 130 വർഷത്തെ പാരമ്പര്യമുള്ളൂ. അതെന്തുകൊണ്ട് സാധ്യമായി
എന്ന് പരിശോധിക്കുന്നിടത്താണ് ആ സംസ്കാരം എന്തുകൊണ്ട് ആ മരുഭൂമിയിൽ വളർന്നു വന്നു എന്ന് പരിശോധിക്കുമ്പോൾ കേവല ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്: അള്ളാഹു ഒരു പ്രവാചകനെ അവിടെ നിയോഗിച്ചു എന്നത് മാത്രമാണ്. വേറെ ഒരു കാരണവും അവിടെ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകൻ ആരാണ്? സത്യത്തിൽ അവിടെ ജനിച്ചു വളർന്ന, അവർക്കറിയാവുന്ന, അവർക്ക് കണ്ട് പരിചയമുള്ള, അവരിൽ നിന്നുള്ള ഒരു വ്യക്തിയെ അള്ളാഹു റസൂലായി, നബിയായി തെരഞ്ഞെടുത്തു എന്നതാണ് നമ്മളവിടെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ കൂടുതൽ എന്ത് തെളിവാണ് സഹോദരങ്ങളെ നമുക്ക് ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് വേണ്ടത്? അതുകൊണ്ടാണ് മൈക്കൽ എച്ച് ഹാർട്ട് പോലും ലോകത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രശസ്തരായ ആളുകളുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എണ്ണിപ്പറയാനുള്ള കാരണം അതാണ്. സൂറത്തുൽ ജുമുഅയിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിലെ 2-ാമത്തെ ആയത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവനാണ് ഉമ്മിയായ ആ പ്രവാചകനെ, അവരിൽ നിന്ന് തന്നെ ഒരാളെ പ്രവാചകനായി തെരഞ്ഞെടുത്തത്. അള്ളാഹുവിൻ്റെ റസൂലിന് എഴുത്തും വായനയും അറിയില്ല എന്നത് അള്ളാഹുവോടെ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നാവിൻ തുമ്പിലൂടെ ഓരുന്ന ഖുർആനിൻ്റെ വചനങ്ങൾ അത് ആ പ്രവാചകൻ പറയുന്നതല്ല എന്നവർക്കറിയാം. കാരണം അവർക്ക് പരിചയമുള്ള നബിക്ക് എഴുത്തും വായനയും അറിയില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ആയത്തുകൾ ഓതുമ്പോൾ അത് മാരണം ബാധിച്ചതാണ്, അത് പിശാച് കൂടിയതാണ് എന്നവർ പറയാൻ കാരണം എന്താണ്? അവർക്കറിയുന്ന നബിക്ക് അങ്ങനെ പറയാൻ അറിയില്ല എന്നവർക്കറിയാം. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു കാരണം പറഞ്ഞത്. അങ്ങനെ ആ പ്രവാചകൻ അവരെ സംസ്കരിച്ചു എന്നാണ്. അവർക്ക് പ്രവാചകൻ ഖുർആൻ ഓതി പഠിപ്പിച്ചു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാകുന്ന, ഹദീസുകളാകുന്ന ആ വഹി അവരെ പഠിപ്പിച്ച് ഓതിക്കൊടുക്കുക മാത്രമല്ല, അത് അവരെ യുഅല്ലിമുഹുമുൽ കിതാബ എന്നാണ് അല്ലാഹു പറഞ്ഞത്. അവരെ പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവരെ മാറ്റിയെടുക്കുകയും ചെയ്തു എന്നാണ്. അപ്പം ആ ഒരു ആലോചിച്ച് നോക്കി, ഇന്നിപ്പോൾ എത്ര വർഷമായി? 1400 വർഷമായി. ഏകദേശം 1443-4 വർഷങ്ങൾ കഴിഞ്ഞു. നോക്കി സഹോദരങ്ങളെ, ഈ ഇത്രയും കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് അവിടെ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആ 3 ആളുകൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യയായ ഖദീജയോട് പറയുന്നു അവർ മുസ്ലിമാകുന്നു. സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു മുസ്ലിമാകുന്നു. അലി കൂടെ ജീവിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോയ്സ് കൊടുക്കുകയാണ്, മുസ്ലിം ആകണോ? അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒരു 3-4 ആളാണ് തുടക്കത്തിൽ. പിന്നെ ആ സർക്കിള് രഹസ്യമായി ഇങ്ങനെ വലുതായി വരികയാണ്. 1400 വർഷം ഇപ്പുറം നിൽക്കുന്ന സന്ദർഭത്തിൽ ലോക ജനസംഖ്യയുടെ 200 കോടി ആളുകൾ, 180ൻ്റെയും ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഈ ദീന് പഠിപ്പിക്കുകയും അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്തു വന്ന് 1400 വർഷങ്ങളായപ്പോഴും 200 കോടിയിലോ അടുക്കുന്ന മുസ്ലിം ജനസംഖ്യ 180ൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഏകദേശം 200ൻ്റെ അടുത്തെത്താനായി. ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കാൻ ഈ പ്രവാചകന് സാധിച്ചത് എന്തുകൊണ്ടാണ്? ഇത് അള്ളാഹുവിൻ്റെ ദീനായി എന്നതുകൊണ്ട് മാത്രമാണ്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ മനസ്സിനെ സംവിധാനിച്ച, മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന, മനുഷ്യൻ്റെ ഖാലിഖായ, സൃഷ്ടാവായ, മുദബ്ബിറായ ആ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിൻ്റെ മതമാണ്, അള്ളാഹുവിൻ്റെ ദീനാണ് ഈ മതം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചാലാണ് നമുക്ക് ഈ വിശ്വാസം ഒരു തണലായി മാറൽ, ഈ വിശ്വാസം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക എന്നുള്ളത്.
അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. എന്താണ് കൂട്ടരിലാണ് 3 കാര്യങ്ങളാണ് ഒരാൾക്ക് ഉണ്ടായാലേക്ക് ഈമാൻ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അയ്യകൂനല്ലാഹ വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവും റസൂലും മറ്റെന്തിനേക്കാളും പ്രിയപ്പെട്ടതായി മാറുക എന്നുള്ളതാണ്. ഇത് ചെറിയൊരു കാര്യമല്ല. ഇപ്പം നമ്മൾ രാവിലെയൊക്കെ പ്രാർത്ഥനയിൽ റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ എന്ന് 3 പ്രാവശ്യം പ്രഭാത പ്രാർത്ഥനകളിൽ ദിക്റുകളിലൊക്കെ നമ്മൾ ചെല്ലലുണ്ട്. ഇത് നാവുകൊണ്ട് ഉരുവിടുന്നതിനപ്പുറം അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത് അത് വലിയൊരു കാര്യമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ, കാരണം അള്ളാഹുവിനെ ദുനിയാവിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് റബ്ബിനെ അറിയുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ പറ്റി ഒരാൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരാൾക്ക് പടച്ചോനെ പറ്റി കുറേ പറഞ്ഞുകൊടുത്ത് അത് വായിക്കുക മനസ്സിലാക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരാൾ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ അറിയുക എന്ന് പറയുന്നത് നമ്മൾ കുറേ ഖുർആൻ ഓതുന്നതിനേക്കാളൊക്കെ രാത്രി നമസ്കരിക്കുന്നതിനേക്കാളൊക്കെ അതിലേറെ ഉൾക്കാഴ്ച നൽകുന്ന, അതിലേറെ ആസ്വാദ്യകരമായ അള്ളാഹുവിൻ്റെ. അതുകൊണ്ടാണ് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെ എണീറ്റാൽ ആ ആയത്ത് ചൊല്ലുമായിരുന്നു ജീവിതത്തിൽ ഫജ്റിന് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. കാരണം ഈ അള്ളാഹുവിൻ്റെ 2 ദൃഷ്ടാന്തങ്ങൾ, ഒന്ന് നമ്മൾ ഈ കാണുന്ന ഭൂമിയാണ്. നമ്മൾ ഈ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചാൽ നമ്മളെ മുമ്പിൽ കാണുന്ന ഈ ആകാശഭൂമികൾ, അതേപോലെ തന്നെ ഈ സൃഷ്ടിജാലങ്ങൾ, ഇത് മുഴുവനും നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഇതൊക്കെ സംവിധാനിച്ച, സൃഷ്ടിച്ച, നിലനിർത്തുന്ന ഒരു റബ്ബിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് ഇതൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് അല്ലേ? ഈ കാണുന്ന ആകാശഭൂമികൾ, എത്ര കാലമായി ഇവിടെ നിലനിൽക്കുന്ന ഈ ആകാശഭൂമികൾ, ഗോളങ്ങൾ, അതേപോലെ തന്നെ സൃഷ്ടിജാലങ്ങൾ, നമ്മളെ മുമ്പിലുള്ള ഇപ്പം നമ്മൾ പറയും ഏറ്റവും ചെറിയ ഏകകോശ ജീവിയായ അമീബ എന്ന് പറയലുണ്ട്. ഒരു കോശം മാത്രമുള്ള അമീബ. മനുഷ്യൻ 39 ട്രില്യൺ കോശങ്ങളാണ്. ഒരു കോശമുള്ള അമീബ ഇവിടെ ജീവിക്കുന്നുണ്ട്. അതേപോലെ 39 ട്രില്യൺ കോശങ്ങൾ. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്ര നിങ്ങൾ? 1 അല്ല, 10 അല്ല, 100 അല്ല, 1000 അല്ല, 10,000 അല്ല, 1,00,000 കോടിക്കാണ് 1 ട്രില്യൺ എന്ന് പറയാം. 1,00,000 കോടിക്ക്. അങ്ങനത്തെ 39 ട്രില്യൺ കോശങ്ങളാണ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്രയും വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ഹാറൂൻ നബി അലൈഹിസ്സലാമും കൂടി ഫിർഔൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഫിർഔനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫിർഔൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഖാല ഫമൻ റബ്ബുകുമായ മൂസ, നിങ്ങളുടെ 2 പേരുടെയും റബ്ബ് ആരാണ് മൂസ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് മൂസാ നബി കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു സംഭവമാണത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തരുക വഴി അന്ന് ഫിർഔനിനോട് റബ്ബ് ആരാണെന്ന് മൂസാ അലൈഹിസ്സലാം പറയുന്നു. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഇന്നുങ്ങൾ ആലോചിച്ച് നോക്കി, അന്ന് അത് ഫിർഔനിന് മനസ്സിലായതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ ജീവിക്കും അതിൻ്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ ഘടന, അതിൻ്റെ ഗൈഡൻസ് നൽകുകയും ചെയ്തവനാണ്. സുമ്മ ഹദാ. ഒരു സൃഷ്ടിപ്പ് നടത്തുക മാത്രമല്ല അള്ളാഹു ചെയ്തിട്ടുള്ളത്, അതിനൊക്കെ വേണ്ട ഒരു ഗൈഡൻസ്. എത്രയോ കാലങ്ങളാലോചിക്ക്, ഒരു താറാവ് മുട്ട വിരിഞ്ഞിട്ട് താറാവിൻ്റെ കുട്ടി അതിങ്ങനെ ഒരു 10 മുട്ട നമ്മൾ താറാവിന് വെച്ചെടുത്തിട്ട് ആ 10 കുട്ടികളും ആ മുട്ട വിരിഞ്ഞിങ്ങനെ ഇറങ്ങി വന്നിട്ട് അത് ആ കുളത്തിലേക്ക് ആദ്യമായി, ഇതിനു മുമ്പ് പോലും ആ താറാവ് കുട്ടികൾ ആ കുളം കണ്ടിട്ടില്ല, ആ കുളത്തിലേക്ക് ഇങ്ങനെ പറന്നിറങ്ങി നീന്തുന്നത് കാണാം.
പ്രസവിച്ച താറാവിൻ്റെ കുട്ടിക്ക് ആരാണ് നീന്തം പഠിപ്പിച്ചത്? ആ മുട്ടത്തോടിനുള്ളിൽ എന്ത് സ്വിമ്മിംഗ് പൂളാണുള്ളത്? നമ്മളെ കുട്ടികൾ നീന്തം പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പെടാപാടി നമ്മൾ പെടുന്നുണ്ട്. ആരാണ് ആ താറാവിൻ്റെ കുട്ടികളെ നീന്തം പഠിപ്പിച്ചത്? അതാണ് റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന് ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ ഫിർഔനിനോട് മൂസ അലൈഹിസ്സലാം പറഞ്ഞത്. ആരാണ് നിൻ്റെ റബ്ബ് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയാണത്. ആ താറാവ് കുഞ്ഞിന് ആരാണ് നീന്തം പഠിപ്പിച്ചത്? അവനാണ് എൻ്റെ റബ്ബ് എന്നത്. നമ്മളെ പുരികം അല്ലേ, നമ്മളെ മുടി. ഇപ്പോൾ ചെറിയ കുട്ടികളൊന്നും മുടി വെട്ടാൻ സമ്മതിക്കൂല. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സാക്കി പറയണത് ഒരു ബോറടിച്ചുണ്ടാച്ചിട്ടാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം തന്നെ. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മൊട്ടടിച്ചില്ലേന്ന് ഫാഷൻ, ചെറിയ മുടിയാക്കലേന്ന്. നിങ്ങൾ കൊണ്ടുപോയി എൻ്റെ വാപ്പയൊക്കെ മുടി ചെറുതാക്കുക ചെയ്യുക. ഇപ്പം നിങ്ങൾ മുടി ചെറുതാക്കാൻ കുട്ടികൾ സമ്മതിക്കൂല, മുടി വെട്ടാൻ തന്നെ സമ്മതിക്കൂല. ഇനി ബാർബർ ഷാപ്പ് പോയി വെട്ടി കഴിഞ്ഞാലും വെട്ടി നമുക്ക് തോന്നൂല. നമ്മൾ കായ് മുതലായില്ലാന്ന് തോന്നി നമുക്ക്. മുടിനോട് അത്ര ഇഷ്ടമാണ് കുട്ടികൾക്ക്. ഇപ്പോൾ പന്തളിക്കാരൊക്കെ മുടിയുള്ളവരാണ്, അതുകൊണ്ടേ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഈ മുടി നമ്മളെ പുരികാണെങ്കിലും നമ്മളെ താടിയാണെങ്കിലും നമ്മളെ മുടിയാണെങ്കിലും ഒക്കെ ഓരോന്നും ഓരോ പോലെയാണ് അല്ലേ. മുടി വളരുന്ന പോലെ എന്ത് ചെയ്യൂല, പുരികം വളരൂല. കയ്യിൻ്റെയും കാൽമത്തി രോമം ഒക്കെ എടുത്തു നോക്കിയാൽ ഒരേ മാതിരിയാണ്. എല്ലാം നിങ്ങൾ മൈക്രോസ്കോപ്പിൻ്റെ ചോട്ടിൽ വെച്ച് നോക്കിയാൽ ഒരു കരാട്ടിൻ്റെ ഒരു കുന്തമൊന പോലത്തെ സാധനം ഉണ്ടാവും, അതിൻ്റെ അടിയിലൊരു കുറ്റി ഉണ്ടാവും. നമ്മൾ ഈ തെങ്ങിൻ്റെ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ തയ്യ് കൊണ്ടുപോയ മാതിരി അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കുറ്റി ഉണ്ടാവും, മേലെ ഇങ്ങനെ ഒരു തൂമ്പും ഉണ്ടാവും. ഏത് രോമവും മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ അങ്ങനെയാണ് കാണുക. പക്ഷേ ഒന്ന് വളരും, ഒന്നൊരു സമയമാകുമ്പോൾ വളർച്ച നിൽക്കും. ആരാണ് അതിന് ആ വളർച്ചയുടെ ഒരു കൃത്യമായ വലുപ്പത്തിയാൽ വളരാൻ പാടില്ല എന്ന സിഗ്നൽ അതിൽ രേഖപ്പെടുത്തി വെച്ചത് ആരാണ്? എട്ടുകാലി വർഷങ്ങളായിട്ട് വല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു എട്ടുകാലിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല ഇനി ഒരു ത്രികോണത്തിൽ വല കെട്ടിയാലോ എന്ന് ഇതേവരെ തോന്നിയിട്ടില്ല അല്ലേ. തേനീച്ച വർഷങ്ങളായി കൂടുണ്ടാക്കിക്കൊണ്ടിരിക്കണം. ആ കൂടിൻ്റെ സ്ട്രക്ചറിൽ ഒരു മാറ്റവുമില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? മനുഷ്യൻ്റെ വീടിൻ്റെ ഡിസൈനുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വീടുണ്ടാക്കിയ പോലല്ല ഈ വർഷം ആളുകൾ വീടുണ്ടാക്കുന്നത്. അപ്പോൾ ഈ മാറ്റത്തിൻ്റെ കാരണം എന്താണ്? ഇതൊക്കെ ഇതൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച, ഇതിനൊക്കെ വേണ്ട ഗൈഡൻസ് കൊടുത്തത്, ജനിതക ഘടനയിൽ ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചത് ആരാണ്? ഒരു മനുഷ്യൻ്റെ ഒരു കോശത്തിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിലെ DNA ആ ന്യൂക്ലിയോടൈഡ് 4 അമിനോ ആസിഡുകൾ കൊണ്ടാണ് മനുഷ്യൻ്റെ DNA ഉണ്ടാക്കിയത്. നിങ്ങൾ ആലോചിക്ക്, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. കുട്ടിയാക്കറിയാം, ബയോളജി പഠിച്ചിരുന്ന കുട്ടിയാക്കറിയാം, 4 അമിനോ ആസിഡ് സീക്വൻസ് കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ മുഴുവൻ DNA ഉണ്ടാക്കിയിട്ടുള്ളത്. ആ DNA ഒരു മനുഷ്യൻ്റെ ഒരു കോശത്തിലെ DNA രേഖപ്പെടുത്തി വെച്ച ന്യൂക്ലിയസിൽ രേഖപ്പെടുത്തി വെച്ച കോഡുകൾ മുഴുവൻ വിശദീകരിച്ച് നമ്മൾ ഒരു പുസ്തകമാക്കിയാൽ ഒരു പുരുഷായുസ് കൊണ്ട് എഴുതിയാൽ തീരൂല എന്നാണ്. ടൈപ്പ് റൈറ്റിംഗ് അറിയുന്ന ഒരാൾ പകല് മുഴുവൻ ഇരുന്ന് ടൈപ്പ് റൈറ്റ് ചെയ്താൽ 60 കൊല്ലം ടൈപ്പ് ചെയ്താലും ഒരു കോശത്തിലെ DNA ഇൻഫർമേഷൻ രേഖപ്പെടുത്താൻ പറ്റൂല എന്നാണ്. അത്രയും ഇൻഫർമേഷൻ ഒരു കോശത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഫിർഔനോട് മൂസാ നബി പറഞ്ഞൊരു മറുപടി ഉണ്ടല്ലോ, ആരാണ് എൻ്റെ റബ്ബ് എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി, അത് എത്രത്തോളം നമ്മൾ പഠിക്കുന്നോ, എത്രത്തോളം നമ്മൾ അറിയുന്നുവോ, അറിഞ്ഞതിനേക്കാൾ കൂടുതലാണ് അറിയാനുള്ളത് വീണ്ടും കൂടുതൽ വ്യക്തമാകണം. ഒരു കാലത്ത് നമ്മൾ തന്നെ ഫിസിക്സ് പഠിക്കേണ്ട കാലത്ത് ആറ്റാണ് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞു, പിന്നെ ന്യൂട്രോണും പ്രോട്ടോണായി, ഇപ്പോൾ കോർക്ക്, ആൻറ്റി കോർക്ക് എത്തി. അപ്പോൾ അറിയുന്തോറും സങ്കീർണതകൾ കൂടി വരികയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കൂടുതൽ അറിവുകൾ നേടിക്കൊണ്ടിരുന്നാൽ മനുഷ്യൻ അവൻ്റെ അറിവില്ലായ്മയെക്കുറിച്ചാണ് കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. 37 വർഷം മുമ്പ് ഭൂമിയിലേക്ക് ആകാശത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടി അന്തരീക്ഷത്തിലേക്ക് വിക്ഷേപിച്ച വോയേജർ എന്ന ഒരു ഉപഗ്രഹം, അത് സ്പേസ് കടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 37 വർഷമായി അത് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ സഞ്ചാരം നിന്നിട്ടില്ല, പക്ഷേ ഭൂമിയിലേക്കുള്ള അതിൻ്റെ കണക്ഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ സഞ്ചരിക്കുന്നതിനോട് അനുസരിച്ച് അറിഞ്ഞതിനേക്കാൾ കൂടുതൽ നക്ഷത്ര സമൂഹങ്ങളെക്കുറിച്ച് മനുഷ്യൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരാകാശത്തെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞത്. ഒരാകാശത്തെക്കുറിച്ച്, അതായത് ഒരാകാശത്തെക്കുറിച്ച് പോലും മനുഷ്യൻ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഈ വിക്ഷേപിച്ച ഗ്രഹങ്ങൾ, ഈ വിക്ഷേപിച്ച ഈ വണ്ടിയൊക്കെ അതൊക്കെ പരിധി വിട്ട് പോയി എന്നല്ലാതെ
അത് ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് സ്പേസിലൂടെ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാകാശത്തിൻ്റെ വലിപ്പം മനുഷ്യൻ്റെ ഒരു സംവിധാനങ്ങൾ കൊണ്ടും മനുഷ്യനെ നിജപ്പെടുത്താൻ തീരുമാനിക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പം ഈ പ്രപഞ്ചത്തിൻ്റെ വലുപ്പം എത്രയാണ്, ഒരാകാശത്തിൻ്റെ വലുപ്പം എത്രയാണ്. അങ്ങനത്തെ 7 ആകാശങ്ങളെ സംവിധാനിച്ചവനാണ് അല്ലാഹു. നിങ്ങൾ അത് അങ്ങോട്ട് മേലേക്ക് പോകും തോറും വലിയ വലിയ കാര്യങ്ങളാണ് അല്ലേ. 13 ലക്ഷം ഭൂമിയെ കൊള്ളുന്ന സൂര്യൻ്റെ കാര്യമാണ്. ഇപ്പോൾ സൂര്യൻ്റെ പറ്റി പഠിക്കാൻ വേണ്ടി സൂര്യൻ്റെ അടുത്തേക്ക് വിക്ഷേപിച്ച ഒരു വണ്ടിയുണ്ട്. അത് സൂര്യനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സൂര്യൻ്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല. കാരണം അത്രയും ഉയർന്ന ഊഷ്മാവാണ്, അത്രയും ഉയർന്ന ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചറിനെ അതിജീവിക്കാനുള്ള ഒരു വണ്ടി ഇവിടുന്ന് അയച്ചിട്ടുണ്ട്. അത് സൂര്യൻ്റെ ഏകദേശം അടുത്തെത്തി എന്ന് ഇപ്പം നാസ അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ്റെ പ്രതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അടുത്ത് ഉള്ള കാഴ്ചകളുടെ വീഡിയോകളും ചിത്രങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 15 കോടി കിലോമീറ്റർ 15 കോടി കിലോമീറ്റർ അപ്പുറമുള്ള സൂര്യൻ്റെ ചൂട് താങ്ങാതെ ഏപ്രിൽ മാസം വരുമ്പം ആളുകൾ ഹീറ്റ് സ്ട്രോക്ക് വന്ന് മരിച്ചു പോവുകയാണ്. സൂര്യതാപമേറ്റ് മരിക്കുക. 15 കോടി കിലോമീറ്ററിൽ അകലെ നിന്ന് സൂര്യൻ്റെ ചൂട് തട്ടിയിട്ട്. അങ്ങനത്തെ കോടാനകോടി സൂര്യന്മാരെ സംവിധാനിച്ച ആ റബ്ബ് സുബ്ഹാനഹു വ തആല, ഞാൻ പറഞ്ഞെന്തരോ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ്. അള്ളാഹ്ക്ക് 2 തരം ആയത്തുകളുണ്ട്. ഒന്ന് നമ്മൾ ഈ ചുറ്റും കാണുന്ന പ്രപഞ്ചമാണ്. ഈ കണ്ണിങ്ങനെ തുറന്നു വെച്ചാൽ നിങ്ങൾ കാണുന്ന ഈ പ്രപഞ്ചം, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കോടാനകോടി സൃഷ്ടിജാലങ്ങളുള്ള ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്, ആയത്താണ്. രണ്ടാമത്തെ ആയത്ത് അള്ളാഹു ആകാശലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ അള്ളാഹുവിൻ്റെ വഹിയായ വിശുദ്ധ ഖുർആനാണ്. അതാണ് അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ ആയത്ത്. ഈ 2 ആയത്തുകളെപ്പറ്റി ഖുർആനിൽ കാണാം. ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ലേ. തലയിൽ കാമ്പുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ ആയത്തുകളെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഈ 2 ആയത്തുകളെപ്പറ്റിയും അള്ളാഹു മനുഷ്യനോട് ചിന്തിക്കാൻ പറഞ്ഞു. എന്തിനറിയോ? അത് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാനാണ്, അള്ളാഹുവിനെ പറ്റി അറിയാനാണ്. അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും മഹാത്മ്യവും അള്ളാഹുവിനെ അറിയുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അള്ളാഹുവിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും. കാരണം അള്ളാഹുവിനെ സ്നേഹിക്കാതെ നമുക്ക് ഈ ജീവിതം ആസ്വദിക്കാൻ സാധ്യമല്ല. അപ്പോൾ ആളുകളൊക്കെ നിരാശ വരുമ്പം ഏറ്റവും കൂടുതൽ ആത്മഹത്യക്ക് ശ്രമിച്ച ആളുകളെ കണ്ട ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ, ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ ഒന്നുകിൽ കയ്യിൻ്റെ ഞരമ്പ് മുറിച്ചിട്ടാണ് ആത്മഹത്യക്ക് ശ്രമിക്കുക. അപ്പോൾ ഞരമ്പ് മുറിഞ്ഞാൽ സ്വാഭാവികമായും രക്തം വരും. അങ്ങനെ ഒരു വിചാരിച്ച മാതിരി മരിക്കൊന്നുമില്ല ഈ ഞരമ്പ് മുറിച്ചാൽ. അപ്പോൾ കുറച്ച് ചോരയ്ക്ക് വരുമ്പോൾ ആരും കാണും, ബേജാറാവും, പിന്നെ കെട്ടി ആസ്പത്രിക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മളാണ് തുന്നാൻ വേണ്ടി പോവുക ഞരമ്പ് മുറിഞ്ഞുകൊണ്ട്. പിന്നെ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ തന്നെ. തൂങ്ങി മുഴുവനായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിമന്ന് കെട്ടൊക്കെ ഊരി ഇറക്കി കൊണ്ടുവന്നാൽ കഴുത്തിന് പരിക്കുണ്ടോ നോക്കാൻ വേണ്ടി നമ്മളടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, ഈ ആത്മഹത്യക്ക് ശ്രമിച്ച ആളുകളെ. അപ്പോൾ സത്യത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാണ്? എന്താണ് അങ്ങനെ ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നത്? പലപ്പോഴും അതിന് ആളുകൾ പറയുന്നൊരു മറുപടി എന്താ വെച്ചാൽ, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ, ആ ആളിൽ നിന്ന് അവഗണന നേരിടുമ്പോഴാണ് ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുക. നമ്മൾ ജീവിതത്തിൽ തണലായി കണ്ട, ആശ്വാസമായി കണ്ട ഒരാൾ നമ്മളെ അവഗണിക്കുകയോ നമ്മളെ വെറുക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുമ്പം, ഇപ്പോൾ ആളുകളും ഭർത്താവ് ദേഷ്യപ്പെട്ടാൽ, മാതാപിതാക്കൾ ദേഷ്യപ്പെട്ടാൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് ആത്മഹത്യക്ക് ശ്രമിക്കുക. കാമുകന്മാരാണെങ്കിൽ അങ്ങനത്തെ വിഷയവുമായി അവർ സ്നേഹിക്കുന്നത് ആരെയാണോ ആ സ്നേഹിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് അവഗണന നേരിടുമ്പോഴാണ് ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുക. നിങ്ങൾ ആലോചിച്ച് ഇവിടെ പറഞ്ഞത് ഏറ്റവും ജീവിതം ആസ്വദിക്കുക എന്ന് പറഞ്ഞത് ഈമാൻ, ഈ വിശ്വാസം ആർക്കാണ് ആസ്വദിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെയും റസൂലിനെയും ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന ആളുകൾക്ക്. നമ്മളിപ്പോൾ ജീവിതത്തിൽ കുറേ കാര്യങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അല്ലേ. നമ്മളെ വണ്ടി ഇഷ്ടമുള്ളവരുണ്ട്, ഫോൺ ഇഷ്ടമുള്ളവരുണ്ട്, അതേപോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കണവരുണ്ട്, സ്ഥാപനങ്ങളെ കച്ചവടത്തെ സ്നേഹിക്കണവരുണ്ട്, ജോലിയെ സ്നേഹിക്കണവരുണ്ട്. പലതിനോടും ആളുകൾക്ക് ക്രൈസും സ്നേഹവുമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്തിനെയാണ് എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചാണ്
അതിനനുസരിച്ചാണ് നമുക്ക് അതിനോടുള്ള നമ്മുടെ റിയാക്ഷൻസും നമ്മുടെ അതിനോടുള്ള കമ്മിറ്റ്മെൻ്റൊക്കെ സത്യത്തിൽ ഉണ്ടാകുക. ഇപ്പം ഇവിടെ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുമ്പം നമ്മൾ അള്ളാഹുവിനെ അറിയണം. ആദ്യം ഈ അറിയണം ഒന്നെന്താണ്? ഒന്ന് അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പിലൂടെ, അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുക. പിന്നെ അള്ളാഹുവിൻ്റെ ഓരോ നാമഗുണവിശേഷണങ്ങൾ, അല്ലേ? അള്ളാഹു ആരാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ഗുണങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ, അഫ്ആലുകൾ എന്ന് പറയും, പ്രവർത്തനങ്ങൾ. ഈ നാമങ്ങളും പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിനെ അറിയും തോറും നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കും. നിങ്ങൾ ആലോചിക്ക്, അള്ളാഹു വദൂദാണെന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ ഓരോ പേരാണ്. ഓരോ പേരും നമുക്ക് അള്ളാഹിനോടുള്ള ഇഷ്ടം കൂടും. നമ്മളത് പഠിക്കും തോറും, നമ്മളത് മനസ്സിലാക്കും തോറും. ഇപ്പോൾ നമ്മൾ നിസ്കരിക്കുക, ഇപ്പോൾ നമ്മളൊരു ഇബാദത്ത് ചെയ്യുമ്പം രണ്ട് രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നിപ്പോൾ എന്താണ്? നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ കുറ്റമാണ്, ഞാൻ നാളെ ശിക്ഷിക്കപ്പെടും, അല്ലേ, ഞാൻ നരകത്തിൽ പോകും. അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ വാപ്പ ചോദിക്കും നിസ്കരിച്ചില്ലേ എന്ന്, അല്ലെങ്കിൽ ചീത്ത പറയും, തല്ലും, ചില തല്ലണ വാപ്പാരുണ്ടാവും. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് നിസ്കരിക്കണോലുണ്ടാവും. അതും നിസ്കാരം തന്നെയാണ്. നമ്മളെ ഒരേ സൊഫിൽ ഒരേ പോലെ നിൽക്കുന്ന കുറേ ആളുകൾ, അതിലെല്ലാവരും നിസ്കരിക്കുന്നുണ്ടാവും, എല്ലാവരും തക്ബീർ കെട്ടിയിട്ടുണ്ടാവും, എല്ലാവരും സലാം വീട്ടും ഒരേ സമയത്ത്. പക്ഷേ ഓരോരുത്തരുടെയും മനസ്സാന്നിധ്യവും നിസ്കാരത്തോടുള്ള സമീപനത്തിലും മാറ്റം ഉണ്ടാവും. പേടിച്ച് നിസ്കരിച്ച പോലുണ്ടാവും. ഇത് നിസ്കാരം ഒരു ബാധ്യതയാണിത്, ഇപ്പം നിസ്കരിച്ചാൽ അത് കഴിഞ്ഞിട്ടും, ഇല്ലെങ്കിൽ ഇത് അങ്ങനെ കിടക്കും എന്ന് വിചാരിച്ച് പോയി നിസ്കരിച്ച പോലുണ്ടാവും. ജമാഅത്തോ മുതൽ കഴിഞ്ഞോളും, ഒറ്റയ്ക്ക് പിന്നെ അങ്ങനെ ആയി കിട്ടൂല, അങ്ങനെ ഒരു മടിയുള്ളവരുണ്ടാവും. അതല്ലെങ്കിൽ അതിൻ്റെ കൂലി ആലോചിച്ചിട്ട് പോകണമല്ലോ. ഞാൻ ഇവിടെ പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരം വല്ലാത്തൊരനുഭവമായിരിക്കും, അത് വല്ലാത്തൊരു ഫീലായിരിക്കും. നമ്മളെ പ്രതിസന്ധികൾ അള്ളാഹുവിൽ ഇറക്കി വെച്ചുകൊണ്ട് ആ സംസാരത്തെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് എങ്കിൽ അത് മറ്റേ ആൾ നിസ്കരിക്കുന്ന പോലത്തെ നിസ്കാരം ആവില്ല, അത് വ്യത്യാസമുണ്ട്. അങ്ങനെ നമസ്കരിക്കാൻ എങ്ങനെ നമുക്ക് പറ്റുക? അത് നമ്മൾ അള്ളാഹു ആരാണെന്ന് അറിയണം. അള്ളാഹുവിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്ര വില കൊടുക്കുന്നു, അള്ളാഹുവിനെ നമ്മൾ എത്രത്തോളം ഓർക്കുന്നു, അല്ലേ? ഓരോ സെക്കൻഡും ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം ഓർക്കുന്നു, അള്ളാഹുവിനോട് എത്രത്തോളം നമ്മൾ നന്ദി കാണിക്കുന്നു, ആ ബന്ധം എത്രത്തോളം ഊഷ്മളമായി നമ്മൾ നിലനിർത്തുന്നു എന്നതിനനുസരിച്ചായിരിക്കും നമ്മളെ ഇബാദത്തുകളും ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിനെ റിയാക്ട് ചെയ്യുക. നിങ്ങളാലോചിക്ക്, ഇപ്പം അള്ളാഹു വദൂദാണെന്ന് പറയുമ്പം അള്ളാഹു ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവനാണ്. നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നത് മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, അല്ലേ? ഒരാൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പം തൻ്റെ ക്ഷീണം കൊണ്ട് തൻ്റെ ഒട്ടകത്തെ അവിടെ നിർത്തിയിട്ട് അയാൾ ഉറങ്ങിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ ഉറങ്ങിപ്പോയി. നമുക്ക് മനസ്സിലാകാത്ത എന്താ വെച്ചാൽ മരുഭൂമിയിൽ നമ്മൾ യാത്ര ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടാണ്. മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പം നമ്മളെ ഒട്ടകം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ മരിച്ചു എന്നാണ് അതിനർത്ഥം, ലോസ്റ്റ് എന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ വെള്ളം, നമ്മളെല്ലാ സാമഗ്രികളും അതിൻ്റെ മേലാണ്. ഇനി ഇവരെ വെള്ളം കിട്ടും, ഒരു തണലെവിടെ കിട്ടുമെന്ന് പോലും ഇനി അറിയില്ല. മരുഭൂമിയിലൂടെ ഈ ചൂടത്ത് നടന്ന് യാത്ര ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരാൾ എണീക്കുമ്പം തൻ്റെ ഒട്ടകത്തെ കാണാനില്ല എന്നാണ്. അപ്പോൾ എത്ര വിഷമമുള്ള ആ സന്ദർഭത്തിൽ, ആ ഒട്ടകത്തെ തെരഞ്ഞ് നടക്കുന്ന സന്ദർഭത്തിൽ, ആ ഒട്ടകം നമ്മളെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കണ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആ ഒട്ടകത്തെ തെരഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ ഉറങ്ങിപ്പോയി. ഉറക്കത്തിന് നമ്മളെ ക്ഷീണിച്ച് എണീക്കുമ്പോൾ ആ ഒട്ടകം നമ്മളെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് എത്ര സന്തോഷം ഉണ്ടാവും ആ സന്ദർഭത്തിൽ. അതിനേക്കാൾ സന്തോഷമുണ്ട് ആർക്ക്? ഒരു തെറ്റ് ചെയ്ത് ഖേദിച്ച് മടങ്ങുന്ന ഒരടിമ തൗബ ചെയ്യുമ്പം, ഒരടിമ പശ്ചാത്തപിക്കുമ്പോൾ, ഒരടിമ താൻ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിന് അതിനേക്കാൾ സന്തോഷമുണ്ട് എന്ന് പറയുമ്പം ആ അള്ളാഹുവിനെ നമ്മൾ അറിയാതെ പോയി സഹോദരങ്ങൾ. അതാണ് തൻ്റെ അടിമയെ അത്രത്തോളം തൻ്റെ റബ്ബ് സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിച്ച്, ഈ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും അള്ളാഹു ഇറക്കി തന്നത് എന്തിനാണ്?
നാളെ പരലോകത്ത് നഷ്ടം സംഭവിക്കരുത്, ആ വലിയ തീകുണ്ടാരത്തിൽ നരകത്തിൽ തൻ്റെ അടിമകൾ വന്ന് പതിക്കരുത് എന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി താക്കീത് നൽകിയത് അല്ലേ? നരകാവകാശികളും സ്വർഗാവകാശികളും തമ്മിൽ സംഭാഷണങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ നരകക്കാരും സ്വർഗക്കാരും തമ്മിൽ നടത്തുന്ന സംഭാഷണം. നിങ്ങൾ എന്താണ് ഈ നരകത്തിൽ എത്തിപ്പെടാൻ കാരണം എന്ന് സ്വർഗാവകാശികൾ നരകക്കാരോട് ചോദിക്കുകയാണ്. അപ്പം നരകക്കാർ പറയാണ്, ഞങ്ങൾ ഒരു വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നില്ല, ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല, ഞങ്ങൾ സ്വതക്ക കൊടുത്തിരുന്നില്ല എന്ന് പറയണം. ഇതൊന്നും നടന്ന സംഭവങ്ങളല്ല, നടക്കാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ മരിച്ചു ചെന്നിട്ട് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയും വ്യക്തമായിട്ട് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? ആ കുഴിയിൽ നമ്മൾ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വിചാരണയെ നമ്മൾ പ്രതീക്ഷിക്കണമെന്ന് പറയാനാണ്. നമസ്കാരം നിലനിർത്തണമെന്ന് പഠിപ്പിക്കാനാണ്. അപ്പോൾ ഇത്രയും കാരുണ്യവാനായ ഒരു അള്ളാഹു അല്ലേ, അടിമകളെ സ്വന്തം ഒരു സ്ത്രീ തൻ്റെ കുട്ടിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാളേറെ റബ്ബ്, തൻ്റെ യജമാനനായ റബ്ബ് തൻ്റെ അടിമകളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പം വദൂദായ അള്ളാഹു അല്ലേ, ഗഫൂറായ അള്ളാഹു, പാപങ്ങൾ പൊറുക്കുന്ന അള്ളാഹു, പ്രതിഫലം നൽകുന്ന പടച്ചോൻ, മാലിക് യൗമിദ്ദീൻ. നോക്കി, അള്ളാഹുവിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് ഇന്നിപ്പോൾ നേരം വെളുത്ത് ഈ നേരയില്ലേ, ഇപ്പം നമ്മൾ മഗ്രിബ് നിസ്കരിച്ചിട്ടാണ് നമ്മൾ പരിപാടിക്ക് വന്നത്. ഇന്ന് നേരം വെളുത്ത് സുബൈ നമസ്കാരം, ളുഹ്ർ നമസ്കാരം, അസർ നമസ്കാരം, മഗ്രിബ് നമസ്കാരം, ഇങ്ങനെ 4 നമസ്കാരങ്ങൾ കഴിഞ്ഞു പോയി അല്ലേ? സുബൈക്ക് 2 റക്അത്ത്, ളുഹ്റിൻ്റെ 4 റക്അത്ത്, അസറിൻ്റെ 4 റക്അത്ത്, മഗ്രിബിൻ്റെ 3 റക്അത്ത്. ഇപ്പം ഏകദേശം ഒരു 12 റക്അത്ത് നമ്മൾ 13 റക്അത്ത് നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞു. 13 റക്അത്ത്. ആ നമസ്കാരം ഓരോ റക്അത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ ഓതിയ ഫാത്തിഹ സൂറത്തിൽ അള്ളാഹുവിൻ്റെ 4 സിഫത്തുകൾ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് നിങ്ങൾ 13 പ്രാവശ്യം അത് ഏറ്റുപറഞ്ഞു, 13 പ്രാവശ്യം ആ സിഫത്തുകൾ ഏറ്റുപറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം ഈ സകല പ്രപഞ്ചത്തിൻ്റെയും റബ്ബായ രക്ഷിതാവായ അള്ളാഹു എന്ന് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഇന്ന് നേരം വെളുത്തിട്ട് 13 പ്രാവശ്യം പറഞ്ഞു. റബ്ബുൽ ആലമീൻ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടാവും, സുന്നത്ത് സ്കരിച്ച പോലെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടാവും. റബ്ബുൽ ആലമീൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഖാല ഫമൻ റബ്ബുകുമാ യാ മൂസ എന്ന ആ റബ്ബ്. പിന്നെ അർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ റബ്ബ് എത്ര പ്രാവശ്യം പറഞ്ഞു. അള്ളാഹു എത്ര കാരുണ്യവാനാണ് അല്ലേ? അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിജാലങ്ങളും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യമുണ്ട്. ഓരോ ജീവികളും തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന കാരുണ്യം, തൻ്റെ സഹജീവികളോട് കാണിക്കുന്ന കാരുണ്യം. എന്തിനേറെ ഒരു ബാക്ടീരിയ ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കും പരീക്ഷയ്ക്ക്. 10ാം ക്ലാസ്സിൽ പണ്ട് ചോദിച്ച ചോദ്യമാണ്, ബാക്ടീരിയ ഇരയെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ബാക്ടീരിയക്ക് ഒരു ഫ്ലജെല്ലം എന്ന് പറഞ്ഞിട്ട് ഒരു അവയവുണ്ട്. അത് പെട്ടെന്ന് ഒരു കൈ പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടായി വരും. 2 ഭാഗത്തുനിന്നും ഉണ്ടായിട്ട് 2 ഭാഗത്തുനിന്നും ഇങ്ങനെ ഫ്ലാജെല്ലം വന്നിട്ട് എന്ത് ചെയ്യും, ആരെയാണോ പിടിക്കേണ്ടത് അതിനെ പിടിച്ച് ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കും. ഇതൊക്കെ ഒരു ഏകകോശ, മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ഏകകോശ ജീവിയായ ബാക്ടീരിയക്ക് ഇരയെ പിടിക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച ആ സംവിധാനം അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അങ്ങനെ എത്രയെത്ര കോടാനകോടി സൃഷ്ടിജാലങ്ങളിൽ പ്രകടമായ അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 100-1 മാത്രമുള്ളൂ എന്നാണ്. ബാക്കി 99% കാരുണ്യവും പരലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെച്ചതാണെന്നാണ്. ആ അള്ളാഹുവിനെ അറിയുമ്പോൾ, ആ പരലോകത്തെ അള്ളാഹുവിൻ്റെ കാരുണ്യം അനുഭവിക്കണമെങ്കിൽ കളച്ചയ്ക്ക് മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. നമ്മൾ അള്ളാഹിനെ പറ്റി പറയണ വാക്കാണതൊക്കെ. അള്ളാഹു ആരാണ് എന്ന്, അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളും നമ്മൾ അറിഞ്ഞാൽ, നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കും.
ആ സ്നേഹം ഉണ്ടെങ്കിലേ ഈ ഈമാൻ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് വീണ്ടും നിരന്തരം ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ആ അറിയാനുള്ള മാർഗമാണ് അള്ളാഹു പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ പേരുകളും പ്രവർത്തനങ്ങളും. അതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞ റബ്ബുൽ ആലമീൻ, മാലിക്, റഹ്മാൻ, റഹീം, മാലിക് യൗമിദ്ദീൻ. മാലിക്കായ അള്ളാഹു, യൗമിദ്ദീൻ്റെ മാലിക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓരോ കർമ്മത്തിനും അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ്. ഒന്ന് പുഞ്ചിരിച്ചാൽ, നമ്മളൊന്ന് ചിരിച്ചാൽ, ഒരാളോട് നമ്മൾ പ്രതിഫലേച്ഛയോടുകൂടി ഒന്ന് ചിരിച്ചാൽ അതിന് അള്ളാഹു പ്രതിഫലമുണ്ട് എന്നാണ്. അത് സ്വതക്കയാണെന്നാണ്. ഒരു ചിരി പോലും സ്വതക്കയാണെന്നാണ്. അതിനൊക്കെ അള്ളാഹു പ്രതിഫലം നൽകും. ഓരോ നന്മക്കും അള്ളാഹു മിനിമം 10 പ്രതിഫലം. അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിൻ്റെ രൂപം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഒരു നന്മക്ക് അള്ളാഹു മിനിമം നൽകുക 10. ആലോചിക്കും, ഒരു നന്മക്ക് 10 പ്രതിഫലം മിനിമം. അതോ അത് നമ്മുടെ ഉദ്ദേശശുദ്ധിക്കും നമ്മൾ എടുക്കുന്ന സ്ട്രെയിനും അനുസരിച്ച് അതിൻ്റെ പ്രതിഫലം 70 ആകാം, 700 ആകാം, 70,000 ആകാം. ചിലപ്പം കണക്കില്ലാത്ത പ്രതിഫലം നൽകും. ഒരൊറ്റ കർമ്മം കൊണ്ട് കണക്കില്ലാത്ത പ്രതിഫലം. അല്ലേ? നായക്ക് വെള്ളം നൽകിയ വേശ്യയെ അള്ളാഹു സ്വർഗത്തിലാക്കിയ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്ത് പോകാൻ എന്താണ്? ചില കർമ്മങ്ങൾക്ക് അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്നാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ അത് നന്മയുടെ കാര്യമാണ്. ഇനി മാത്രമല്ല, ആ നന്മ ചെലുത്തുന്ന സ്വാധീനം എത്രയും നോക്കി നിങ്ങൾ. ഇപ്പോൾ നമ്മളൊരു നന്മ, നാട്ടിൽ ഒരു മദ്രസ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇവിടെ മദ്രസ നമുക്ക് ഉണ്ടാക്കണം, ഇവിടെ കുട്ടികൾ കൃത്യമായിട്ട് ദീൻ പഠിപ്പിക്കാൻ ഒരു മദ്രസ വേണമെന്ന് ഒരു ചിന്തക്ക് നമ്മൾ തുടക്കം കുറിച്ച് ആ മദ്രസന് എൻ്റെ വക ഒരു 5 സെൻറ്റ് സ്ഥലം ഇന്ന് നമ്മളതിന് മുന്നിട്ടിറങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം ആ മദ്രസയിൽ ആരൊക്കെ പഠിക്കുന്നുണ്ട്, ആ കുട്ടികൾ പഠിക്കുമ്പോൾ അതിന് പ്രതിഫലം കിട്ടും. ആ കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോൾ അതിന് കാരണക്കാരനായി ആ മദ്രസയുടെ ഐഡിയ ഉണ്ടാക്കിയ ഒരാളുണ്ടാവും. ആ മദ്രസയ്ക്ക് ഒരു ഐഡിയ കൊടുത്ത ആൾ, അതിന് സ്ഥലം കൊടുത്തവർ, അതിന് പണം കൊടുത്തവർ, അതിനു വേണ്ടി പിരിപ്പിച്ചവർ, ഇവർക്കൊക്കെ ഇതിന് പ്രതിഫലം കിട്ടും. ഈ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം നഷ്ടപ്പെടാതെ തന്നെ ഇതിനൊക്കെ ആളുകൾക്ക് പ്രതിഫലം കൊടുക്കും. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്ന സൂറത്തു യാസീനിലെ ആയത്ത് അതാണ് പഠിപ്പിക്കുന്നത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നിശ്ചയമായും നാം മരിച്ച ആളുകളെ ജീവിപ്പിക്കും. അല്ലേ? എന്നിട്ടോ വനക്തുബു മാ ഖദ്ദമു വആസാറഹും, നാം അവർ മുൻകൂട്ടി ചെയ്തു വെച്ചതും അതിൻ്റെ അനന്തരഫലവും നാം രേഖപ്പെടുത്തുമെന്നാണ്. ചെയ്തു വെച്ചത് മാത്രമല്ല, നമ്മൾ ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ മരിച്ചു പോയിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ അനന്തരഫലമായി ഈ ഭൂമിയിൽ എന്തെല്ലാം നന്മകൾ സംഭവിച്ചോ അതെല്ലാം നമ്മുടെ കർമ്മരേഖയിലേക്ക്, നമ്മുടെ ഖബറിലേക്ക് അള്ളാഹു നമുക്ക് തരുമെന്നാണ്. ഏടുകൾ അള്ളാഹു അത് രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. ഇതൊക്കെ ആർക്കാണ് ചെയ്യാൻ പറ്റുക? ആലോചിക്ക്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു എന്നാണ്. കരയാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമൃദ്ധമായ താടിരോമങ്ങളിലൂടെ കണ്ണീര് ഉറ്റിറ്റ് വീഴുമായിരുന്നാണ്. ഖബറിൻ്റെ അടുത്തുകൂടെ പോയാൽ മതി, ഖബർ കണ്ടാൽ മതി, ഉസ്മാൻ റളിയല്ലാഹു കരയുന്നാണ്. താടിരോമങ്ങൾ കുതിരുമാറ് കണ്ണീരുറ്റിറ്റ് വീഴുമെന്നാണ്. സഹാബത്ത് ചോദിക്കും, എന്താണ് ഉസ്മാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകശിക്ഷയെപ്പറ്റി പറഞ്ഞപ്പോൾ പോലും താങ്കൾ കരയാത്തത്ര ശക്തമായി എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോൾ താങ്കൾ കരയുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് സഹാബത്ത് ചോദിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമായിരുന്നു, ഖബറാണ് പരലോകത്തെ ആദ്യത്തെ വീട് എന്നാണ്. ആദ്യത്തെ വീട്. അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ടൊക്കെ എളുപ്പമായിരിക്കുന്നതാണ്. ഖബറിൽ രക്ഷപ്പെട്ട പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ ഒരു എളുപ്പമുണ്ടാവും. ഖബറിൽ ആരെങ്കിലും പെട്ടാണ്ടല്ലോ അവിടുന്ന് അങ്ങോട്ടൊക്കെ പെടാപ്പെടലേക്കാരം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞ മറുപടി. ആ സഹോദരങ്ങളെ, ആ ഖബർ കാണുമ്പം ആ താടിരോമങ്ങളിലൂടെ കണ്ണീരുറ്റിറ്റ് വീണത് ആ കണ്ണീരിൽ അവസാനിക്കണില്ല. അത് കർമ്മങ്ങളായിട്ട്, ആ പരലോകത്ത് രക്ഷപ്പെടാനുള്ള കർമ്മങ്ങളായിട്ട് അത് പുറത്തേക്ക് വരികയാണ്. അല്ലേ? മദീന പള്ളിക്ക് സ്ഥലമില്ല എന്ന് പറയുമ്പം മദീന പള്ളിയിൽ സഹാബികളെ കൊള്ളാണ്ടായി.
സഹാബികളുടെ എണ്ണം ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ വന്നപ്പോൾ പള്ളിയിൽ ആളെ കൊള്ളാണ്ടായി. പള്ളി വലുതാക്കണം. അതിന് ചുറ്റും യഹൂദന്മാരുടെ സ്ഥലമാണ്. ആര് വാങ്ങിക്കൊടുക്കും? വില കൂടിയ ആ സ്ഥലം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് അന്ന് മദീന പള്ളി വിപുലമാക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിക്കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്നും നമ്മൾ മദീനത്ത് നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ മദീന പള്ളിയിൽ നിസ്കരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കൂലി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാ നഹ്നു നുഹീൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും എന്ന ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ആ ആയത്തിൽ നിന്ന് അവരങ്ങനെയാണ് മനസ്സിലാക്കിയത്. ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നമ്മൾ ഖബറിലേക്ക് എത്തും. സഹോദരങ്ങളെ, അങ്ങനെ മദീനക്കാർ വരൾച്ചയാണ്, വെള്ളമില്ല, മദീനയിലെ കിണറൊക്കെ വറ്റിയാണ്. ആകെ ഒരു യഹൂദൻ്റെ കിണറ്റിൽ മാത്രമാണ് വെള്ളമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ആർക്കാണ് ആ കിണർ വാങ്ങിയിട്ട്, കാശ് കൊടുത്ത് കിണർ വാങ്ങിയിട്ട് അത് മുസ്ലിങ്ങൾക്ക് തരാൻ ആർക്കാണ് സാധിക്കുക? അവർക്ക് അള്ളാഹു സ്വർഗം നൽകുമെന്ന് മഹാനായ ഉസ്മാൻ റഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്നത്തെ കാലത്ത് ആയിരക്കണക്കിന് ദീനാർ കൊടുത്തിട്ട് ആ കിണർ മുസ്ലിങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെയാണ് ഇത് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ പഠിപ്പിച്ചൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മദീന പള്ളി സന്ദർശിച്ചപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ഇതാ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് പായൊന്നിടാത്തൊരു സ്ഥലമുണ്ട്. ഇവിടെ കാണിച്ചിട്ട് പറഞ്ഞത് ഇതാണ് ലൻ തനാലുൽ ബിർറ എന്ന ആയത്തിറങ്ങാൻ കാരണമായ ആ കിണർ. ഇവിടെ ആ തോട്ടം ഇവിടെ ഉണ്ടായിരുന്ന, ആ തോട്ടത്തിലെ കിണറുണ്ടായിരുന്ന സ്ഥലമാണിതെന്ന്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിൻ്റെ അടുത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു, ബൈറൂഹ തോട്ടം. അവിടെ നല്ല ഒരു കിണറും നല്ല വെള്ളമുള്ള സ്ഥലമായിരുന്നു. അവിടെ വലിയ ഇടക്ക് കാറ്റുകൊള്ളാനൊക്കെ അവിടെ വന്നിരിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ലൻ തനാലുൽ ബിർറ എന്ന ആയത്തിറങ്ങി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല എന്ന് ആയത്തിറങ്ങിയപ്പം അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ഡൊണേറ്റ് ചെയ്തു എന്നാണ്. നിങ്ങൾ ആലോചിക്കുക, അതവരെ നൽകാൻ പ്രേരിപ്പിച്ചത് എന്താണ്? ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെയാണ് യഥാർത്ഥ ജീവിതം എന്ന ശരിയായ തിരിച്ചറിവ് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പകർന്നു കൊടുത്തു. അതവർക്ക് മനസ്സിലായി. അല്ലേ, മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇവിടെ കർമ്മങ്ങൾ ചെയ്യണം. ആ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു. അവർ വെറുതെ കരഞ്ഞുകൊണ്ട് മാത്രമല്ല, ആ കണ്ണുനീരിൽ അവസാനിക്കുന്നില്ല. നാളേക്ക് വേണ്ടി തയ്യാറെടുക്കാൻ അവരത് പ്രേരിപ്പിച്ചു എന്നതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അല്ലേ, റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ അവരെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലേ, അവർ അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ് സഹോദരങ്ങളെ. കാരണം അവർ ആ ജീവിതത്തെ അർത്ഥപൂർണമാക്കി അള്ളാഹുവിനും റസൂലിനും വേണ്ടി അവർ ജീവിതത്തിൽ എല്ലാം കൊടുക്കാൻ തയ്യാറായി എന്നാണ്. അത്രത്തോളം ആ പ്രവാചകൻ അവരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ തിരിച്ചറിവ് അതവർക്ക്, ആ ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് പഠിപ്പിച്ചു. ആ ഖുർആനാണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ആ ദീനിൻ്റെ ആളുകളാണ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ, നമുക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിനെ സ്നേഹിച്ച പോലെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. വിശ്വാസികളെക്കുറിച്ച് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത് കാണാം, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അറബിയിലെ സൂപ്പർലേറ്റീവായ വാക്കാണ് അശദ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും ശക്തമായ, അതാണ് അശദ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇംഗ്ലീഷിൽ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ലേറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ EST കൂട്ടി പറയുന്ന സാധനമുണ്ട്. അതിനാണ് അറബിയിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി. അതാണ് അശദ്ദു എന്ന് പറഞ്ഞാൽ. ഷദീദ് എന്ന് പറഞ്ഞാൽ തന്നെ ശക്തമായതാണ്. അശദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തമായതാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾ ആരാണ്? അള്ളാഹുവിനോട് ഏറ്റവും കഠിനമായ സ്നേഹമുള്ളവരാണ്. അതാണ് മുൻഗാമികളുടെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. അതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും, അതെത്ര നിസ്സാരമാകട്ടെ, അതിന് അള്ളാഹു പ്രതിഫലം നൽകും. അത് മിനിമം 10. നമ്മളെടുക്കുന്ന എഫർട്ടും സ്ട്രെയിനും അതിൻ്റെ അനന്തരഫലങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ പ്രതിഫലം ഏതറ്റം വരെയും പോകും. പക്ഷേ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു ശിക്ഷ മാത്രമേ ഉള്ളൂ. ഒരു ശിക്ഷ മാത്രമേ അള്ളാഹു രേഖപ്പെടുത്തുള്ളൂ. ഒരു കുറ്റം മാത്രമേ രേഖപ്പെടുത്തുള്ളൂ. അത് തന്നെ അള്ളാഹു മലക്കിനോട് പറയുമെന്നാണ്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അള്ളാഹു മലക്കിനോട് പറയും, എന്ത്? രേഖപ്പെടുത്തല്ലേ, വെയിറ്റ് ചെയ്യ്, എൻ്റെ അടിമ തൗബ ചെയ്യുമോ എന്ന് നോക്ക്, എൻ്റെ അടിമ പശ്ചാത്തപിക്കുമോ എന്ന് നോക്ക്. പശ്ചാത്തപിച്ചാൽ അത് ഡിലീറ്റ് ചെയ്യും.
അത് രേഖപ്പെടുത്തു പോലുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു തെറ്റ് ചെയ്ത് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് പശ്ചാത്തപിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്, യുഹിബ്ബു തവ്വാബീൻ എന്നാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹുവിന് സ്നേഹമുണ്ട് എന്നാണ്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും ആ പാപം അള്ളാഹു ഡിലീറ്റ് ചെയ്യുന്നതാണ്, അത് രേഖപ്പെടുത്തൂല എന്നാണ്. അപ്പോൾ ഒരു തിന്മ പോലും രേഖപ്പെടുത്തൂല എന്ന് പശ്ചാത്തപിച്ചാൽ. അത് ആ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ അവസാനം നമ്മൾ പഠിച്ചാൻ ആലോചിച്ചിട്ട് ഇത് പിന്മാറി, അതുപോലും ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ്, ഒരു നന്മയായി രേഖപ്പെടുത്തും. ഇത്രയും വലിയ പ്രതിഫലത്തിൻ്റെ അവസരമാണ്, പ്രതിഫലത്തിൻ്റെ മെത്തേഡാണ് പടച്ചോൻ്റെത്. അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ, അങ്ങനെ പ്രതിഫലം നൽകുന്ന ഒരു അള്ളാഹുവിനെ നമ്മൾ അറിയും തോറും ആ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കും അല്ലേ? അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന, അള്ളാഹു റഖീബാണ്. ഈ നമ്മൾ ഖുതുബത്തുൽ ഹാജയിൽ ആ ആയത്തിൽ നമ്മൾ അള്ളാഹു എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ അറിയുമ്പം അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശം, അള്ളാഹു മലിക്കാണ് അല്ലേ? അള്ളാഹുവിൻ്റെ രാജാധികാരം, അള്ളാഹു എല്ലാം അറിയുന്നവനാണെന്ന് പറയുമ്പം അല്ലേ, നമ്മൾ സാധാരണ പറയും, നമ്മളെങ്ങനെ ഒരാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നമ്മുടെ നിരപരാധിത്വം നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയും ഒക്കെ പടച്ചോനറിയാം, അള്ളാഹുവിനറിയാം, അള്ളാഹു എല്ലാം അറിഞ്ഞിട്ടുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അല്ലേ? ഇപ്പോൾ ഫലസ്തീനിൽ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ ബോംബിട്ട് കൊല്ലുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ നമുക്ക് ഭയങ്കര വിഷമമുണ്ടാവും അല്ലേ? പടച്ചോ ഇതൊന്നും കാണുന്നില്ലേ എന്ന്. അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. അള്ളാഹു അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ അനുമതിയോടും അറിവോടും കൂടിയാണ് എന്നുള്ള അറിവ്, അത് വല്ലാത്തൊരു സമാധാനമാണ് നമുക്ക് നൽകുന്നത് അല്ലേ? ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ അറിവോടും സമ്മതത്തോടെയാണെന്ന് പറയുമ്പോൾ എന്തുണ്ട്? അവിടെ എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹുവിന് അതിൻ്റെ പിന്നിലൊരു യുക്തിയുണ്ട്, അത് നമുക്കറിയില്ല എന്നതുകൊണ്ട് നമ്മളതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിനൊരു യുക്തി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഓരോ പേരുകളും ഓരോ ഗുണങ്ങളും ഓരോ പ്രവർത്തനങ്ങളും അറിയും തോറും നമ്മൾ ആ റബ്ബിനെ കൂടുതൽ സ്നേഹിക്കുന്നതാണ്. അങ്ങനെ ഒരാൾക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ പറ്റിയാൽ നമുക്ക് ഈ വിശ്വാസം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അല്ലേ, നമുക്കെപ്പോഴും ഒരു അനിഷ്ടം തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മളെല്ലാവരും ആഗ്രഹിക്കണം എന്താ അറിയോ, ഇങ്ങനെ വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ, വലിയ സുഖമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ തട്ടിമുട്ടി അങ്ങനെ അങ്ങോട്ട് ജീവിച്ച് പോയി, ഒരു പ്രയാസം ഉണ്ടാകാൻ ആർക്കും ആഗ്രഹമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നു, നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന്. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പം അതിൽ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് അതിൻ്റെ ഇടുപ്പെല്ലിൽ കാണുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ലങ്സിലും ലിവറിലും എല്ലാ സ്ഥലത്തും അത് സ്പ്രെഡായിട്ടുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ പരമാവധി ആ രോഗി ജീവിച്ചിരിക്കാൻ ശാസ്ത്രീയമായി സാധ്യതയുള്ളൂ. കാരണം അത് ക്യാൻസറിൻ്റെ എല്ലാ ലിമിറ്റുകളും ക്രോസ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും എത്തി. ഇതേവരെ ഒരു ലക്ഷണം ഉണ്ടായിട്ടില്ല, നടക്കാൻ ഒരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു വന്നതാണ്. ഇത് സഹോദരങ്ങളെ, ഇത് ആ സഹോദരിക്കാണെങ്കിൽ നാളെ ഇത് ഒരുപക്ഷെ നമുക്കാകും. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ വലിയൊരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി, അങ്ങനെ സ്മൂത്തായി പോകാൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ. അപ്പോൾ അതിൽ ചെറിയൊരു പ്രയാസവും ഒരു പ്രതിസന്ധിയും ചെന്ന് മുട്ടുമ്പോൾ നമ്മളൊക്കെ തളരും. മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാരണം ഈ ജീവിതം എന്നത് പരീക്ഷണമാണ്, അത് നമ്മൾ മറന്നു പോകരുത്. അള്ളാഹു ഈ ഭൂമിയിൽ നമ്മളെ നിയോഗിച്ചത് എന്തിനാണ്? ഇങ്ങനെ സുഖവും ദുഃഖവുമെല്ലാം. ഒരു സുഖം നൽകിയത് പോലും എന്തിനാണ്? ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കാനാണ്, ദുഃഖം എന്താണെന്ന് അറിയാനാണ്. എളുപ്പം നമുക്ക് നൽകിയത് പ്രയാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് പ്രയാസം വരും, അത് ഉറപ്പാണ്. ഇത് പരീക്ഷണത്തിൻ്റെ വേദിയാണ്. ഇവിടെ നമ്മൾ സ്മൂത്തായി പോകും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനുള്ളതാണ് ഈ ജീവിതം, അതിനുള്ളതാണ് ഈ ദുനിയാവ്. ധനായതുനുകൾ ആലോചിച്ചാൽ മതി. ധനായതുനു എന്ന പദത്തിൽ നിന്നാണ് ദുനിയാവ് തന്നെ ഉണ്ടായത്. ധന എന്ന് പറഞ്ഞാൽ താഴ്ന്നു വന്നു എന്നാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ലോകമാണ്, ഒരു ലോ ക്വാളിറ്റി ലോകമാണിത്. ഇവിടെ പരീക്ഷണത്തിൻ്റെ ലോകമാണ്. സുഖത്തിൻ്റെ ലോകം ഇതല്ല. സുഖത്തിൻ്റെ ലോകം മരണത്തിന് ശേഷമുള്ള സ്വർഗത്തിൻ്റെ ലോകമാണ്. ഇവിടെ എന്ത് സുഖങ്ങളുണ്ടെങ്കിലും നമ്മൾ കുറേ ഷർത്തുകളിലുണ്ട് ഓരോ സുഖത്തിനും.
ഇപ്പോൾ നമ്മൾ ഒരു വീട് കൂടുകയാണ്. ഇപ്പോൾ നല്ല കാലങ്ങളായിട്ട് നിങ്ങൾ ഒരു ആഗ്രഹമാണ് നല്ലൊരു വീട്, ഇന്ന സ്ഥലത്ത് സ്ഥലം വാങ്ങി, നിങ്ങൾ 10 സെൻറ്റ് സ്ഥലം കഷ്ടപ്പെട്ട് വാങ്ങി അതിലൊരു 5 കൊല്ലം 10 കൊല്ലം അധ്വാനിച്ച് ഒരു വീട് വെക്കുക. ആ വീട് അതിൻ്റെ കൂടിയിരിക്കണം, എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, കുടുംബക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ വെച്ചാൽ ആ വീട് കൂടി നമ്മൾ ആ കയറി നിന്ന് അതിൻ്റെ പരിപാടിയൊക്കെ നടക്കണ ആ സന്ദർഭത്തിൽ ആ ഗ്രഹനാഥന് കുഴഞ്ഞു വീണ് അറ്റാക്കായിട്ട് ആശുപത്രിക്ക് കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? ആ വീട്ടിലെ സന്തോഷമുണ്ടോ? നമ്മൾ ഭൗതികമായിട്ട് എന്തൊക്കെ സന്തോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? സന്തോഷമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അല്ലേ? നല്ലൊരു ജോലി, നല്ല ശമ്പളം, നല്ല ദുനിയാവിൻ്റെ വിഭവങ്ങൾ, നല്ല ആസ്വാദനങ്ങൾ. ഈ ആസ്വാദനങ്ങൾക്കൊക്കെ ഷർത്തുകളുണ്ട്. ആ ആസ്വാദനങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അതൊക്കെ ഇല്ലാണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലേ? ഈ ഒരു സന്ദർഭത്തിൽ നമുക്കൊരു പ്രയാസം ഉണ്ടായി, നമ്മുടെ കുടുംബത്തിലൊരു വലിയ അപകടം സംഭവിച്ചു, ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അല്ലേ? നമ്മളെ മകളോ മരുമകനോ ആ ഫംഗ്ഷന് വരുന്ന വണ്ടി ആക്സിഡൻ്റ് ആയി, അവർ മരിക്കണ സാഹചര്യം ഉണ്ടായി. പിന്നെ എന്ത് സന്തോഷമാണുള്ളത്? അപ്പോൾ ഇതൊന്നും ഇല്ലാതെ അങ്ങനത്തെ നല്ലൊരു വയറുവേദന വന്നാൽ മതി, നല്ലൊരു പരിപാടി നടക്കുന്ന നേരത്ത് നല്ലൊരു പള്ളിയിലെടുത്തുണ്ടായി ആശുപത്രി കിടന്നാൽ തന്നെ എല്ലാ സന്തോഷം പോവും. ഇതൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്നാവും. കാരണം നമ്മൾ അത്രയും ദുർബലരാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സന്തോഷം എന്നൊക്കെ വിചാരിക്കുന്ന സാധനത്തിന് കുറേ ഷർത്തുകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം നിങ്ങൾ ജീവിതത്തിലെ ഇടങ്ങേറുകളായിട്ട്, പ്രയാസങ്ങളായിട്ട്, ബുദ്ധിമുട്ടുകളായിട്ട്, സങ്കടങ്ങളായിട്ട് കാണുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ നടുവിൽ നിന്നാൽ പോലും അള്ളാഹുവിനോടുള്ള സ്നേഹവും സന്തോഷവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അത് വല്ലാത്തൊരു റേഞ്ചിലുള്ള സാധനമാണ്, വല്ലാത്ത വൈബുള്ളൊരു സാധനമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പം അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട്, അള്ളാഹുവിനോടുള്ള ബന്ധം കൊണ്ട് നമുക്ക് സമാധാനമടയാൻ സാധിക്കുക എന്ന് പറയുന്നത്, നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വബശ്ശിരി സ്വാബിരി എന്ന ഖുർആൻ പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. വല്ലാത്തൊരായത്താണത്. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അല്ലേ? ധനനഷ്ടം ഉണ്ടാവും, വിഭവനഷ്ടം ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും അല്ലേ? നമുക്ക് സ്വത്ത് നഷ്ടപ്പെടും, കച്ചവടത്തിൽ നഷ്ടം വരും, ചിലപ്പോൾ നമ്മളെ ഉറ്റവർ പിരിഞ്ഞു പോകും, നമ്മളിന്ന് മരിച്ച് വിടവാങ്ങിപ്പോകും, നഫ്സ് പോവും, സമ്പത്ത് പിരിഞ്ഞു പോകും. അങ്ങനെയൊക്കെ പട്ടിണി കൊണ്ട്, ഭയം കൊണ്ട്, പേടി, ഇതൊക്കെ പരീക്ഷണമാണ്. ക്യാൻസറുള്ള ആളുകളെക്കാൾ പേടിക്കുന്ന, ക്യാൻസറിനെ പേടിക്കുന്ന മാനസിക വിഭ്രാന്തിയുള്ള എത്രയോ ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ ടെസ്റ്റ് നമ്മൾ എഴുതി കൊടുത്താലും പിന്നെ അയാൾ വന്നിട്ട് ചോദിക്കും, ഇതിൽ കാണാത്ത ക്യാൻസർ ഉണ്ടാവുമോ അല്ലേ? എക്സ്റേ എടുത്തു, എക്സ്റേയിൽ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഇതിൽ കാണാത്ത ക്യാൻസർ ഉണ്ടോ എന്നാണ്. അപ്പോൾ ഉണ്ടാവും, അത് സ്കാൻ ചെയ്തു, സ്കാനിങ് എഴുതി തരീൻ, സ്കാനിങ് എഴുതി കൊടുത്തു, ആ സ്കാനിങ് റിപ്പോർട്ടിൽ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഇതിലില്ലാത്ത ക്യാൻസർ ഉണ്ടാവുമോ, ഇതിൽ കാണാത്ത ക്യാൻസർ ഇനി ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? അപ്പോൾ അത് പെറ്റ് സ്കാൻ എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പെറ്റ് സ്കാൻ എടുക്കുക, അതും നോർമൽ അറിഞ്ഞപ്പം ഇതില്ലാത്ത ഉണ്ടാവും, അതിലിപ്പം അല്ല എന്നാ പറയുക, അടുത്തൊരു സെക്കൻഡിൽ ക്യാൻസർ തുടങ്ങിയാൽ അറിയാൻ പറ്റൂലായിരുന്നു. ഇപ്പം ആൻജിയോഗ്രാം എടുത്ത ആൾക്കാർ വരും, നോർമലാണെന്ന് പറയും. അപ്പോഴും കാർഡിയോളജിസ്റ്റ് എന്തത് ഫുൾ നോർമലാന്നപ്പോൾ പറഞ്ഞ്, ഈ ഒരു സെക്കൻഡ് നിങ്ങൾ നോർമലാണ്, അടുത്തൊരു സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതാണ് ആൻജിയോഗ്രാമിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ആ ആൻജിയോഗ്രാം എടുക്കുന്ന നേരത്ത് ബ്ലോക്കില്ല, അടുത്തൊരു സെക്കൻഡിൽ ബ്ലോക്ക് വരുമോ ഇല്ല എന്നുള്ളത് ഒരു ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല. അപ്പോൾ പേടി, നിങ്ങളാച്ച ഒരാളെ പേടിച്ചാൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ അറ്റുണ്ടാവില്ല, എന്തിനും പേടിച്ചേണ്ടി വരും. അതിനൊക്കെ നിർഭയത്വം നൽകുന്നത് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയനാണ്, വിശ്വാസം അല്ലേ? ഈമാന്റെ വേറെ അർത്ഥതാണ് നിർഭയത്വം എന്നാണ്, ഒരേ വാക്കിന്ന് വന്നതാണ് നിർഭയത്വം. നിർഭയത്വം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സാധനമാണ്. പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വലിയൊരു തൗഫീഖാണ്. പേടി കൊണ്ട് പരീക്ഷിക്കും എന്ന് പറഞ്ഞത് അത് പരീക്ഷണം തന്നെയാണ്. അത് പലതരത്തിലുള്ള പേടിയാവും. ക്യാൻസറിനെ പേടിക്കുക, അസുഖങ്ങളെ പേടിക്കുക, ഭാവിയെ പുറ്റി എൻ്റെ മക്കൾ അങ്ങനെ ആകുമോ, എല്ലാത്തിനും പേടിക്കുന്ന ആൾക്കാർ. ഇതൊക്കെ പരീക്ഷണമാണ്. വലനബ്ലുവന്നകും മിനൽ ഖൗഫി വൽ ജൂഇ, വിശപ്പ് കൊണ്ട് അല്ലേ, പേടി കൊണ്ട്, ഇതൊക്കെ അള്ളാഹു പരീക്ഷ. എന്നിട്ട് അവിടെ അവസാനം പറഞ്ഞെന്താ? വബശ്ശിരി സ്വാബിരീൻ എന്നാണ്. അത് വല്ലാത്തൊരു വാക്കല്ലേ. ഇങ്ങനെയൊക്കെ പരീക്ഷണം ഉണ്ടാവുമ്പം അതിൽ സന്തോഷ വാർത്ത അറിയിക്കാനാണ് പറഞ്ഞത്.
സന്തോഷ വാർത്ത. ആ പേടിക്കണ സന്ദർഭത്തിൽ പോലും ഒരു സന്തോഷത്തിൻ്റെ ആ പേടിയെപ്പോലും നിങ്ങൾക്കൊരു സന്തോഷമാക്കി മാറ്റാനുള്ള ഫോർമുലയാണ് പടച്ചോൻ പറഞ്ഞിരുന്നത്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ആലോചിക്ക്, ഒരു പരീക്ഷണത്തിൽ പോലും അള്ളാഹുവിനെ ആലോചിച്ചിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആലോചിച്ചിട്ട് ഒരാൾക്ക് സമാധാനിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ വിശ്വാസം നമുക്ക് നൽകുന്ന നിർഭയത്വവും കരുത്തും. അതാണ് ഈമാൻ്റെ മാധുര്യം എന്ന് പറഞ്ഞാൽ. ആ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മളെ വാപ്പ മരിച്ചു, മക്കൾ മരിച്ചു. ആലോചിക്ക്, ഒരു മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ ജനാസ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണത്. ഇപ്പോഴും ആൾക്കാർ പറയണേ, ഈ മന്ദബുദ്ധിയൊക്കെയായ കുട്ടികളുണ്ടാവും, 10, 30, 40 വയസ്സായ മന്ദബുദ്ധിയായ മക്കളുണ്ടാവും. ചിലന്മാരൊക്കെ OP-യിൽ കാണിക്കാൻ വരുമ്പം പറയും, ആദ്യം തന്നെ വരുമ്പം പറയും, എന്താ അറിയോ, ഡോക്ടറെ 40 വയസ്സായൊരു മകണ്ട്, ഒന്നിനും വയ്ക്കൂല, ഞാനാണ് ഓൻ്റെ എല്ലാം ചെയ്തു കൊടുക്കണത്, അതുകൊണ്ട് എൻ്റെ മുട്ടും കയ്യും കാലൊക്കെ വരുത്താണ്, എങ്ങനെങ്കിലും ഒന്ന് ഗുളിക തന്നിട്ട് ഓനെ നോക്കണം, ഓൻ മരിച്ചിട്ട് ഞാൻ മരിച്ചാൽ മതി എന്നാണ്. ഓൻ മരിച്ചിട്ട് ഞാൻ മരിച്ചാൽ മതി, കാരണം ഞാൻ മരിച്ചാൽ പിന്നെ ഓൻ്റെ കാര്യം നോക്കാൻ ആരുണ്ടാവില്ല. ഇതൊക്കെ സങ്കടങ്ങളാണ് ആളുകളുടെ ഒരു ഉമ്മാൻ്റെ മനസ്സാണ് ആ കാണിച്ചു തരുന്നത്. ഇതൊക്കെ പ്രതിഫലമാണെന്ന് പറയുമ്പോൾ എത്രയോ കാലങ്ങളായിട്ട് ഒരു പരിപാടിക്ക് കല്യാണത്തിന് ആ വീട്ടിലെ ഉമ്മാൻ്റെ സ്ഥിതി ആലോചിക്ക്, ഒരു കല്യാണത്തിനോ ഒരു കുടിരിക്കലിനോ ഒന്നിനും പോവില്ല. കാരണം ആ കുട്ടിനെ നോക്കാൻ കഴിയില്ല, കുറച്ച് നേരം ആ കുട്ടിനെ ഒറ്റക്കിടാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ ഒരു സന്തോഷവും 40 വർഷമായിട്ട് ആസ്വദിക്കാത്ത മാതാപിതാക്കൾ, അവർക്ക് എവിടെയാണ് പ്രതിഫലം? അവർക്ക് നിങ്ങൾക്ക് ദുനിയാവിൽ തുല്യമായിട്ട് എന്താണ് നൽകാൻ പറ്റുക? ഒരാളെ പണിക്കൊണ്ട് നിങ്ങൾ നിർത്തിയാൽ പോലും അയാൾ കുറച്ച് കഴിഞ്ഞാൽ പോകും, നോക്കാൻ കഴിയില്ല എന്നിട്ട്. അത്രയും അക്രമ സ്വഭാവമുള്ള, അത്രയും നോക്കാൻ പ്രയാസപ്പെടുന്ന രോഗികൾ, മന്ദബുദ്ധികളായ ആളുകൾ, അവരെ പരിചരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ. ഉമ്മ മരിച്ചാൽ ചില പക്ഷെ പെങ്ങന്മാർ നോക്കും. ഉമ്മ നോക്കിയതിനേക്കാൾ നന്നായിട്ട് നോക്കുന്ന പെങ്ങന്മാരെ നമുക്കറിയും. ആങ്ങളിനെ നോക്കുക, നിങ്ങൾ ആലോചിക്കുക, ഒരു ആങ്ങളിലൊക്കെ പെങ്ങൾ അങ്ങനെ കൊണ്ടെടുക്കുക എന്ന് പറയുമ്പം ആ സ്നേഹം എത്രയാണ്, അതിനുള്ള പ്രതിഫലം എവിടെയാണ്? അതാണ് പറഞ്ഞത്, അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം എന്തൊരത്ഭുതമാണെന്ന്. അത് അല്ലാഹ് പറയാണ്. മുഅ്മിനിന്റെ കാര്യം നബി നമുക്ക് പഠിപ്പിച്ചു തരണം. അള്ളാഹുവിന്റെ പ്രതിഫലമാണത്. അവനൊരു സന്തോഷം ഉണ്ടായാൽ അവൻ നന്ദി കാണിക്കും, അതവന് ഖൈറാണ്. അല്ലേ, കുട്ടി ജയിച്ചു, മാർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? അൽഹംദുലില്ലാ, അത് ഖൈറാണ്. അല്ലേ, ഒരു വണ്ടി വാങ്ങി, നമ്മളെ വണ്ടി ഒരു ചെറിയ വണ്ടിയാണെങ്കിലും നമ്മളെ സൗകര്യത്തിനനുസരിച്ച് പോകാൻ ഒരു സംവിധാനമുണ്ട് എന്നത്, അത് അൽഹംദുലില്ലാ. ഏതനുഗ്രഹങ്ങളും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാ. എല്ലാ അനുഗ്രഹങ്ങളും പടച്ചോൻ്റെ ഔദാര്യമാണ്. പക്ഷേ അത് നമ്മൾ നാവ് കൊണ്ടത് പറഞ്ഞ് ശീലിക്കണം. അള്ളാഹുവിൻ്റെ കാര്യം ഏതൊരനുഗ്രഹവും മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. ആ തോട്ടക്കാര് ആ തോട്ടത്തിൽ കയറിയപ്പം അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ എന്ന് സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മളെ ആഴ്ചയിൽ പടച്ചോൻ റിമൈൻഡ് ചെയ്യാണ്. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ എന്ത് പറയണം? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് സൂറത്തുൽ കഹ്ഫിലൂടെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതൊരനുഗ്രഹവും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ് ശീലിക്കണം. ആൾക്കാർ പലപ്പോഴും പറഞ്ഞോ, ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണെന്നാ പറയാം. ബിസിനസ്സിലൊക്കെ ലാഭം കിട്ടിയാൽ പറയാം, എൻ്റെ സ്ഥാപനങ്ങൾ ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അവിടെ അങ്ങനെ നടന്ന ആ മരുഭൂമിയിൽ അങ്ങനെ കഷ്ടപ്പെട്ട്, അതിനേക്കാൾ കഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ തിരിച്ചു വന്ന എത്ര ആളുകളെ നമുക്കറിയാം. നമ്മൾ കഷ്ടപ്പെട്ടു എന്നതല്ല നമ്മൾ വിജയിക്കാനുണ്ടായ മാനദണ്ഡം, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. പടച്ചോൻ്റെ ഒരു തൗഫീഖ് ഉണ്ടായി എന്നതാണ്. അത് പറയാൻ പഠിക്കണം, അത് പ്രഖ്യാപിക്കണം. ഏതൊരനുഗ്രഹത്തെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ നിങ്ങൾ ചോദിച്ചു, അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായാലും നന്ദി കാണിക്കും, അതവന് ഖൈറാണ്. കാരണം എന്താണ്? നന്ദി കാണിച്ച പടച്ചോൻ അനുഗ്രഹം വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. അതേപോലെ ഒരു പ്രയാസം ഉണ്ടായാലോ, ഒരു പ്രയാസമുള്ള കാര്യം ഉണ്ടായി, ഒരു മുസീബത്തുണ്ടായി, നമ്മൾ ക്ഷമിക്കും, വിശ്വാസി ക്ഷമിക്കും, അതും അവന് ഖൈറാണെന്നാണ്. ഇതിൻ്റെ റബ്ബ് എനിക്ക് തന്നതാണ്, ഇതിലെന്തോ ഖൈറുണ്ട്, എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അതിലൊരു ഖൈറുണ്ട്. കാരണം എന്നോട് പടച്ചോ ഇങ്ങനെ ചെയ്യൂല, അതാണ്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്താ ഇപ്പം പടച്ചോ എൻ്റെ നേർക്ക് തിരിഞ്ഞിക്കണമെന്ന് ആൾക്കാർ ചോദിക്കുക.
എൻ്റെ കുട്ടി ചില മക്കൾക്ക് അസുഖം വരും അല്ലേ, മക്കൾക്ക് അസുഖവും ഒരു അന്ധനായ ഒരു ഉമ്മ കുട്ടി അന്ധനായിപ്പോയി. ഒരു നല്ലൊരു പ്രായത്തിൽ 30-35 വയസ്സായപ്പം ഒരു ദിവസം രാവിലെ മകന് കണ്ണ് കാണില്ല. ആ ഉമ്മ പറയാണ്, എൻ്റെ മോന് 30, 32, 33 വയസ്സായപ്പോൾ നല്ല ജോലിയൊക്കെ ചെയ്യുന്നു, അത് കണ്ണ് കാണാതായി. ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചു എന്നാണ്. ഒരു കാര്യം ഉണ്ടായില്ല, ഒരു തെറ്റുപോലും എൻ്റെ കുട്ടി ചെയ്തിട്ടില്ല. ഒരാളോട് പോലും ഒരു സഹായം ചെയ്ത് ചോദിക്കു വരുന്നവരോട് എന്തെങ്കിലും കൊടുത്തിട്ട് കൈ മടക്കി വിടുള്ളൂ. ഒരു സിഗരറ്റ് പോലും ഇത്രയും കാലവും വലിച്ചിട്ടില്ല. അത്രയും നല്ല കുട്ടി എൻ്റെ കുട്ടി. എന്ത് തെറ്റാണോ ചെയ്തതെന്നാണ്. അങ്ങനല്ല സഹോദരങ്ങളെ, തെറ്റ് ചെയ്തത് കൊണ്ടല്ല അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. അങ്ങനെ ഒരാൾ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസരിച്ചല്ല നമുക്ക് സുഖവും ദുഃഖവും അള്ളാഹു നൽകുന്നത്. ഇതൊരു പരീക്ഷണമാണ്. അപ്പോൾ ഏത് പ്രയാസം വരുമ്പോഴും അത് അള്ളാഹു എനിക്ക് അങ്ങനെ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ അള്ളാഹുവിനൊരു യുക്തിയുണ്ട്. അള്ളാഹു എന്തോ ഒരു ഖൈർ എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയവർ പ്രവാചകന്മാരാണ്. അത് മനസ്സിലാക്കണം. ഒരു പ്രയാസം വരുമ്പം പടച്ചോൻ വെറുത്തു എന്നല്ല, പടച്ചോൻ എന്നെ ഇഷ്ടമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണ്? ഖലീൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ ഫ്രണ്ടാണ് ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രത്തോളം പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നുപോയത് അല്ലേ. വാർദ്ധക്യത്തിലെത്തി, കുട്ടികളില്ല, പ്രാർത്ഥിച്ച് ഒരു സന്താനത്തെ കൊടുത്തു. ആ സന്താനത്തെയും അതിൻ്റെ ഉമ്മാനെയും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ കൊണ്ടിടാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു എന്നാണ്. അവിടെ കൊണ്ടിട്ടാണ്. സ്വന്തം പിതാവ് നാട്ടിൽ നിന്ന് ആട്ടിയകറ്റാണ്, എറിഞ്ഞുകൊല്ലുന്നാ പറഞ്ഞു. ഇവിടെ നിന്നാൽ ലനർജുമന്നല്ലേ, എറിഞ്ഞുകൊല്ലും. കാരണം എന്താണ്? പിതാവിൻ്റെ ആ വിഗ്രഹാരാധനക്കെതിരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തീ കുണ്ടാരത്തിലേക്ക് ഇടാണ് രാജാവും പരിവാരങ്ങളും. ഭരണകൂട ഭീകരത, ഏറ്റവും വലിയ ഭരണകൂട ഭീകരതയുടെ ഇരയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ തീ കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ. ആലോചിച്ച് നോക്കി, ആ വൈകി ജനിച്ച, ആ വാർദ്ധക്യത്തിൽ ജനിച്ച ആ കുട്ടിയെ ആ ആരോരുമില്ലാത്ത മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോയ ആ കുട്ടിയെയും ഉമ്മയെയും ആ കുട്ടി ഒരു പ്രായമായപ്പം അതിനെ അറുക്കണമെന്ന് കൽപ്പിച്ചു. അറുക്കണം എന്ന് പറഞ്ഞ ആ കുട്ടീനെ, അതിനും ഇബ്രാഹിം നബി തയ്യാറായി. ഇബ്രാഹിം അല്ലദീ വഫ എന്നാണ് ഖുർആൻ പറഞ്ഞത്. പരീക്ഷണങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയ ഇബ്രാഹിം. അതുകൊണ്ടാണ് ഖലീലുല്ലാഹ്. അപ്പോൾ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ആലോചിച്ച് നോക്കി, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ലോക നേതാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു ഇടങ്ങേറ് ജീവിതത്തിൽ ചെറിയത് വരുമ്പം തളരാൻ പാടില്ല. ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയവർ പ്രവാചകന്മാരാണ്. ഈമാൻ അനുസരിച്ചാണ് അള്ളാഹു പരീക്ഷിക്കുക. അതിൽ വിഷമിക്കേണ്ട കാര്യം. അള്ളാഹ് വെറുത്തു എന്നല്ല, അള്ളാഹ്ക്കിൻ്റെ ഇഷ്ടമാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമ്മൾ കുറേ ദീർഘമായി നമസ്കരിച്ച്, ദീർഘമായി നോമ്പ് നോറ്റ്, ദീർഘമായി ഖുർആൻ ഓതി, വലിയ ആബിദായി ഇബാദത്ത് ചെയ്ത് ആബിദീങ്ങളാകുന്ന ആളുകൾ എത്തുന്ന ദറജയിലേക്ക് അത്രയൊന്നും ഇബാദത്ത് ചെയ്യാത്ത ആളുകൾക്ക് എത്താൻ പറ്റുമെന്നാണ്. എങ്ങനെ? ഈ പരീക്ഷണങ്ങളിൽ നല്ലൊരു നിലപാട് സ്വീകരിച്ചാൽ. ഒരു പ്രയാസം വരുമ്പം അതിൽ ക്ഷമിച്ചാൽ, നല്ല നിസ്കാരം നോമ്പൊക്കെ നോറ്റ് നല്ല നിസ്കാരക്കാരായ, നോമ്പുകാരായ, സ്വതക്ക ചെയ്യുന്ന ആബിദീങ്ങളായ ആളുകളുടെ ദറജയിലേക്ക് അത്രയൊന്നും ഇബാദത്തില്ലാത്ത ആളുകളെ അള്ളാഹു അങ്ങോട്ട് വെറുതെ പൊക്കി കൊടുക്കുന്നതാണ്. അതിലൊരു ചാൻസാണ് ഈ പരീക്ഷണം എന്ന് പറഞ്ഞത്. കുട്ടി മരിക്കുക അല്ലേ, ജീവിച്ചിരിക്കുക സന്താനങ്ങൾ മരിക്കുക, കുട്ടി മന്ദബുദ്ധിയായി, ഒരു പനി വന്നു, എൻകഫലൈറ്റിസ് വന്നു, തലച്ചോറിന് പനി ബാധിച്ചു, പഴുപ്പാണ്, നല്ല പഠിച്ച 1ാം റാങ്ക് ഉണ്ടായിരുന്ന കുട്ടി മന്ദബുദ്ധിയായി മാറും. എത്ര ഉദാഹരണങ്ങളാണ് നമ്മളെ മുമ്പിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 10ാം വയസ്സിൽ പനി വന്ന് മന്ദബുദ്ധിയായ വലിയ 30-40 വയസ്സായ കുട്ടികളെന്ന് കാണാൻ പറ്റും. ഒരു കുഴപ്പമില്ലാതെ ജനിച്ച കുട്ടിയാണ്. എന്തെല്ലാം പ്രതീക്ഷകളുണ്ടായിരുന്നു ആ കുട്ടിയെക്കുറിച്ച്. പക്ഷെ ഒന്നും നഷ്ടമാവില്ല. അതാണ് പടച്ചോൻ്റെ പ്രതിഫലം. അതിൽ നിങ്ങൾ ക്ഷമിക്കോ. നമ്മളെത്ര ക്ഷമിക്കണം ആലോചിക്കി. നിങ്ങൾക്ക് പോറുന്ന ഒരു മുള്ളിന് പോലും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് പറയുമ്പോൾ, നമ്മളെ മനസ്സിലുണ്ടാകുന്ന ചെറിയൊരു വിഷമത്തിന് പോലും അള്ളാഹു പ്രതിഫലം തരുമെന്ന് പറയുമ്പോൾ, മുള്ളുത്തുക എന്ന് പറഞ്ഞാൽ എത്ര നിസ്സാരാണ്. അത്രയും നിസ്സാരമായ കാര്യത്തിന് പോലും അള്ളാഹു പ്രതിഫലം തരുമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയ ദുഃഖങ്ങൾക്ക് അള്ളാഹു എത്ര പ്രതിഫലം നൽകും. കാരണം നാളെ ദുനിയാവിൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ട്, ആ പരീക്ഷണങ്ങൾ നേരിട്ട ആളുകൾക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ കാണുമ്പോൾ, പരീക്ഷണങ്ങളൊന്നും ഇല്ലാത്തൊരാൾ
പരലോകത്ത് വെച്ച് വിചാരിക്കുമെന്നാണ്. ഒരു കത്തി കിട്ടി, ഒരു കത്തി ഷാർപ്പായ എന്തെങ്കിലും കിട്ടിയിട്ട് ആകെ മേത്ത് മുറിയാക്കിയിട്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിധേയനായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോകുമാറ് പ്രതിഫലമാണ് ഈ ആളുകൾക്ക് നാളെ പടച്ചോൻ കൊടുക്കുക എന്നാണ്. അപ്പം അതുകൊണ്ട് ഒന്നും നഷ്ടമാവില്ല. അതാണ് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു ഗുണതാണ്. ഈ വിശ്വാസം കൊണ്ട് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് നമുക്ക് യക്കീനാകണം. അല്ലേ? മക്കാ ജീവിതത്തിലെ 13 വർഷം അവരെ പഠിപ്പിച്ചത് തൗഹീദാണ്. അല്ലേ? അവിടെ നിസ്കാരമില്ല, നോമ്പില്ല, പിന്നെ എന്താണ്? അള്ളാഹുവിൻ്റെ ഏകത്വമാണ് അവരെ പഠിപ്പിച്ചത്. അള്ളാഹുവാണ് ആരാധനക്കർഹൻ, അള്ളാഹുവിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എന്ന്, അള്ളാഹുവിനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്ന്, അള്ളാഹുവിനെയാണ് നിങ്ങൾ നേർച്ച നേരേണ്ടത് എന്ന്, അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ നിങ്ങൾ സത്യം ചെയ്ത് പറയാവൂ എന്ന്, അള്ളാഹുവിന് മാത്രമേ ആരാധിക്കാവൂ എന്ന്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ഏറ്റവും ശരിയായ തൗഹീദാണ് അള്ളാഹുവിൻ്റെ റസൂൽ അവരെ പഠിപ്പിച്ചത്. ആ 13 വർഷം അല്ലേ, വിശുദ്ധ ഖുർആനിൻ്റെ 1/3 മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന്, അല്ലേ? നമ്മളെ ഇതേപോലെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ വിരൽത്തുമ്പുകളെ അള്ളാഹു രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലേ? നമ്മൾ ഫോൺ നമ്മൾ ഫിംഗർ പ്രിൻ്റ് വെച്ചാണ് ലോക്കാക്കുക, അല്ലേ? നമ്മൾ വിരലടയാളം പതിക്കണം. എന്തുകൊണ്ടാണ്? ഈ ഒരു വിരലിൻ്റെ അടയാളം നമുക്ക് മാത്രമേ ലോകത്തുള്ളൂ എന്നതുകൊണ്ടാണ്. അതാരാണ് സംവിധാനിച്ചത്? അല്ലേ? ഉമയ്യബിന് ഖലഫ് ആ നുരുമ്പിയ എല്ലിൻ്റെ ആ പൊടി ഇങ്ങനെ കയ്യിലിങ്ങനെ ഞാൻ ഉണ്ടിയിട്ട് ഇങ്ങനെ ഊതിപ്പാറിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്തേക്ക് പാറിപ്പിച്ചിട്ട് ചോദിച്ചിട്ട്, ഈ നുരുമ്പിയ എല്ലിൽ നിന്ന് വീണ്ടും ജീവൻ ഉണ്ടാക്കുമെന്നാണോ നിന്റെ റബ്ബ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിയ ആയത്താണത്. നിങ്ങളുടെ വിരൽ തുമ്പുകളെപ്പോലും രൂപപ്പെടുത്തിയവന് അള്ളാഹുവിനെ നിങ്ങളെ രണ്ടാമത് സൃഷ്ടിക്കാൻ എന്ത് പ്രയാസമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങൾ അന്നും അവനോട് പറഞ്ഞ മറുപടി ഇന്നും ആ ആയത്ത് ജീവസുറ്റതായി ഖുർആനിൽ നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എങ്ങനെ സഹോദരങ്ങൾ, ഞാനും നിങ്ങളൊന്നും ഇതേപോലെ തിരിച്ചു വരൂലെന്ന് എന്താണ് നിങ്ങൾക്ക്? എന്താ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാതിരിക്കണത്? അല്ലേ? ഒരു മാങ്ങൻ 2 ഈപ്പിട്ടാൽ ഒന്ന് വെള്ളം തട്ടിയാൽ അത് പൊട്ടിത്തിളർത്ത് മുളച്ചു വരും. എത്ര ചക്കക്കുരാണ് നമ്മൾ വേസ്റ്റും കുഞ്ഞിൽ മുളച്ചു പൊന്തിയത്, എത്ര പുളിങ്കുരാണ് മുളച്ചു പൊന്തിയത്. മനുഷ്യരെന്ന സങ്കീർണമായ ജീവി മാത്രം അതിൻ്റെ വിത്തിൽ നിന്ന് മുളക്കൂലാന്ന് എങ്ങനെയാണ് നിങ്ങൾ നിർഭയരായിരിക്കുന്നത്? സാധ്യമല്ല. നമ്മൾ ഇതേപോലെ ജീവിപ്പിക്കപ്പെടും. ആദ്യം 2 കോശത്തിൽ നിന്ന്, മാതാവിൻ്റെയും പിതാവിൻ്റെയും രണ്ട് ലൈംഗിക കോശങ്ങളിൽ നിന്ന് മനുഷ്യനെന്ന ഒരു സൃഷ്ടി 2 കോശമായി, 4 കോശമായി, 8 കോശമായി, 16 കോശമായി, 32 കോശമായി ഒരു ഒട്ടിപ്പിടിച്ച അട്ടയുടെ രൂപത്തിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ അത് ഭ്രൂണമായി തൂങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതിൽ നിന്ന് മനുഷ്യൻ്റെ രൂപമുള്ള ഒരു കുഞ്ഞായി അത് മാറിയിട്ടുണ്ടെങ്കിൽ, അതിന് റൂഹ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത് ജനിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഘട്ടം ഘട്ടമായി വളർന്ന് നമ്മളെന്ന ഒരു ജീവിയായി മാറിയിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യനെന്ന സങ്കീർണമായ ജീവിയെ ഇതേപോലെ വീണ്ടും സൃഷ്ടിക്കാൻ അള്ളാഹുവിന് ഒരു പ്രയാസവുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് വിളിച്ചു പറയുന്നത് നമ്മൾ വീണ്ടും ജീവിപ്പിക്കപ്പെടും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം. അതുകൊണ്ട് ഇവിടെയുള്ള ഈ ജീവിതം പരീക്ഷണമാണ് എന്നും ഇവിടെ ഒന്നും നഷ്ടമല്ലാന്ന്, അതാണ് ഇവിടെ അള്ളാഹു നമുക്ക് എന്തൊക്കെ ഓരോ സുഖവും ദുഃഖവും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുന്നത്. ഒരു പ്രയാസവും ഒരു ഇടങ്ങേറുണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊരു പരീക്ഷണമായി തന്നെയാണ് കാണുക. പക്ഷേ പലപ്പോഴും ആളുകൾക്ക് നഷ്ടം സംഭവിക്കുക ഇവിടെ നിങ്ങൾ നന്മ നൽകിക്കൊണ്ട് പരീക്ഷിക്കുമ്പോഴാണ്, ഒരു സുഖം നൽകിക്കൊണ്ട്, ഒരു അനുഗ്രഹം നൽകിക്കൊണ്ട് പരീക്ഷിക്കുമ്പോഴാണ് ആളുകൾ ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുക. കാരണം ഇടങ്ങേറുണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആളുകൾ അള്ളാഹ്ന്ന് വിളിക്കും, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങും പലപ്പോഴും. പക്ഷേ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ മറന്നു പോകും. രണ്ടും പരീക്ഷണമാണ് എന്ന് മറക്കരുത്. ഈ ജീവിതം തന്നെ പരീക്ഷണമാണ്. ഇവിടെ സുഖവും ദുഃഖവും ഇടകലർന്ന് കിട്ടും. അതിൽ സുഖവും പരീക്ഷണമാണ്, ദുഃഖവും പരീക്ഷണമാണ്. സുഖത്തിലെ പരീക്ഷണം എന്താണ്? ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, ഇതെനിക്ക് നൽകിയത് എൻ്റെ റബ്ബാണ്, ഞാൻ അവന് നന്ദി കാണിക്കണം, അവനോട് നന്ദികേട് കാണിക്കരുത്. അല്ലേ? അള്ളാഹുവെ മാത്രമല്ലാതെ അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന ആളുകൾ. ആരാധന എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തൊരാൾക്ക് പോയി സുജൂദ് ചെയ്യാന്ന് മാത്രമല്ല. എത്ര രോഗികളാണ് നിങ്ങൾ. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ചെറിയൊരു വേദന, ഇപ്പോൾ തുന്നെടുക്കുമ്പം, ഒരു ഓപ്പറേഷൻ ചെയ്ത സ്റ്റിച്ച് എടുക്കുമ്പം വരെ ബദിരീങ്ങളെ
മമ്പുറത്തെ തങ്ങളെ എന്നാ പറയാ. പലപ്പോഴും അള്ളാന്ന് പറയുന്നവരെ കേൾക്കാൻ ചാൻസ് കുറവാണ്. എത്ര എത്ര സിമ്പിളായിട്ടാണ് ആളുകൾ എന്നറിയോ, ബദരീങ്ങളെ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു തുന്നെടുക്കുമ്പോഴുള്ള വേദന അതുപോലും അള്ളാഹു അല്ലാത്തവരിലേക്ക് അല്ലേ മമ്പുറത്തെ തങ്ങളെ എന്ന് വിളിക്കുക. അപ്പൊ എന്താ അങ്ങനെ വിളിക്കുക വെച്ചാൽ ഒക്കെ ഒന്നല്ലേ എന്നാണ്, ഒക്കെ പടച്ചോന്റെ ആൾക്കാരല്ലേ. അങ്ങനെ ദീനായിട്ട് പഠിപ്പിച്ചൊക്കെയാണ്. ഇവിടെ ഈ വിളിക്കുന്ന 99% പാവപ്പെട്ട ജനങ്ങളും അവർ വിശ്വസിക്കുന്നത് അത് ദീനാണ് എന്നാണ്, അത് റസൂല് പഠിപ്പിച്ചതാണെന്നാണ്, അത് തെറ്റില്ല എന്നാണ്, അത് നല്ല കാര്യമാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിക്കുക എന്നുള്ളത്, ആ ഒരു വേദനയിൽ താങ്ങായി എന്താണ് മമ്പുറത്തെ തങ്ങൾ താങ്ങായി വരുമെന്നത്, അവരെ വിളിച്ചാൽ ആശ്വാസം കിട്ടുമെന്നത് അത് ദീനാണ്. അതാണ് റസൂല് പഠിപ്പിച്ചത്. ഓരൊക്കെ നമ്മളെ കൂട്ടരാണ്, ഓരൊക്കെ നമ്മളെ ആൾക്കാരാണ്, ഓരൊക്കെ തന്നെയാണ് നമുക്ക് വിളിച്ചാനുള്ളത്, ഓരൊക്കെ തന്നെ നമ്മളെ സഹായിക്കാനുള്ളത്. അതൊക്കെ തന്നെ അള്ളാന്റെ റസൂലും ഓരോ കൂട്ടക്കാരും എന്നാ പറയാ. എന്ത് കൂട്ടക്കാര് സഹോദരങ്ങളെ? അള്ളാന്റെ റസൂല് എത്ര ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അല്ലേ? അബൂ ത്വാലിബിന്റെ മരണം, ഖദീജ ബീവിയുടെ മരണം, ആലോചിച്ച് ഇതൊക്കെ ഈ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചനോ? ഇബ്രാഹിം നബിനെ വിളിച്ചനോ? അതിലും വലിയ നബി അല്ലേ ഇബ്രാഹിം നബി അല്ലേ? ഖലീലുള്ളാ എന്ന് പറയണേ നമ്മൾ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിനെ വിളിച്ചിക്കണോ ജീവിതത്തിൽ എന്തെങ്കിലും? മരിച്ച ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇത്തഖന്നാർ, നീ നരകത്തെ കാക്കണമെന്നാണ് ഫാത്തിമ റളിയല്ലാഹുവിനോട് പോലും പറഞ്ഞത്. നരകത്തെ കാക്കണം. ഈ വാപ്പാക്ക് നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അബൂ ത്വാലിബ് 43 വർഷം, വാപ്പ അബ്ദുള്ള വയറ്റിലുണ്ടാവുമ്പോൾ തന്നെ മരിച്ചു അല്ലേ? പിന്നെ അബ്ദുൽ മുത്തലിബ് ഉമ്മ ആമിന 6-ാമത്തെ വയസ്സിൽ മരിക്കാണ്. അബ്ദുൽ മുത്തലിബ് 8-ാമത്തെ വയസ്സിൽ മരിക്കാണ്. 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിച്ചത് മുതൽ 50-ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബ് മരിക്കുന്നത് വരെ അബൂ ത്വാലിബാണ് നബിന്റെ ഗാർഡിയൻ. എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നബിക്ക് താങ്ങായി നിന്നത് ആ പിതൃവ്യനായ അബൂ ത്വാലിബാണ്. 42 വർഷം അബൂ ത്വാലിബാണ് നബിക്ക് താങ്ങും തണലുമായത്. ആ അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കാണ്. അബൂജയിൽ എല്ലാവരും ഉണ്ട് അല്ലേ? എന്താണ്? യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ പിതൃവ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്. അള്ളാന്റെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞു നോക്കാം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ് എന്ന് പറഞ്ഞപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാന് അബൂ ത്വാലിബ് തയ്യാറായില്ല എന്നാണ്. നബിക്ക് എന്തൊരു വിഷമുണ്ടായി, എന്തൊരു സങ്കടം ഉണ്ടായി. അബൂ ത്വാലിബിനെ മുസ്ലിമാക്കാൻ നബിക്ക് പറ്റിയില്ല. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത എന്ന ഖുർആനാ. നബിക്ക് ഭയങ്കര വിഷമായി. ആയത്തിറക്കി പടച്ചോൻ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നബിയെ താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ മുസ്ലിമാക്കാൻ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയൂല നബിയെന്ന് അള്ളാഹ് ആയത്തിറക്കി. 42 വർഷം സപ്പോർട്ട് ചെയ്ത് താങ്ങും തണലുമായി നിന്ന അബൂ ത്വാലിബിനെ മുസ്ലിമാക്കാൻ നബിക്ക് സാധിച്ചിട്ടില്ല. സ്വന്തം മകള് ഫാത്തിമയോട് പറയാണ്, നരകത്തെ എന്നെ കാക്കണട്ടോ, വാപ്പാക്ക് എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം മകളോട് ആരാ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ, ആരുടെയെങ്കിലും മുരീദായി എന്നതുകൊണ്ടോ, ഏതെങ്കിലും ത്വരീഖത്തിൽ കൂടി എന്നതുകൊണ്ടോ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല സഹോദരങ്ങളെ. സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ, ഇബ്നു ഹാത്തിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കുമെന്നാണ്. ഓരോരുത്തരും ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ, ഒരു തർജുമാനില്ലാതെ നാളെ എല്ലാവരും തന്റെ റബ്ബിനോട് സംസാരിക്കുമെന്നാണ്. അപ്പോൾ അവൻ തന്റെ വലതുഭാഗത്തേക്ക് നോക്കും, അവൻ ചെയ്തു വെച്ച കർമ്മങ്ങൾ അവൻ അവിടെ കാണുന്നതാണ്. അപ്പോൾ അവൻ തന്റെ ഇടതുഭാഗത്തേക്ക് നോക്കും, അവിടെ ചെയ്തു വെച്ച കർമ്മങ്ങൾ അവിടെ കാണുമെന്നാണ്. അപ്പോൾ അവൻ മുന്നിലേക്ക് നോക്കുമെന്നാണ്. അപ്പോൾ നരകത്തെ അവൻ അവിടെ കാണുമെന്നാണ്. നരകത്തെ കാണാൻ അവിടെ വെച്ച് നിർത്തിയിട്ട് നബി പറയാണ്, ഇത്തഖുന്നാർ, അല്ലയോ ജനങ്ങളെ നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ, വലൗ ബിശിക്കി തമ്ര, കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ എന്നാണ്. അതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. നമ്മളെ വാപ്പ നല്ല ആളായി എന്നുള്ളതോ, നമ്മളെ ഏതെങ്കിലും
തറവാട്ടിൽ ജനിച്ചു എന്നതോ ഏതെങ്കിലും ത്വരീക്കത്തിൽ കൂടി എന്നതോ ഏതെങ്കിലും ഖാജയുടെ മുരീദായി എന്നതുകൊണ്ടോ സാധ്യമല്ല അബൂത്വാലിബിനെ മുസ്ലിമാക്കാൻ നബിക്ക് സാധിച്ചിട്ടില്ല സഹോദരങ്ങളെ. സ്വന്തം മകൾ ഫാത്തിമയെപ്പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്ന ഒരു ജീവിതമാണ്, ചെറിയ ആയുസ്സാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. അതിന് വേണ്ടത് എന്താ ചോദിച്ചാൽ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതിലൊരു സന്തോഷം കിട്ടണം. ഇതൊക്കെ ഒരു പ്രയാസമായി തോന്നരുത് അല്ലേ. ഈ ഹിജാബും ഈ നെര്യാണിക്ക് മേലെയുള്ള വസ്ത്രധാരണവും ഇതൊക്കെ മതത്തിൻ്റെ എന്തോ വിലക്കുകളായിട്ട്, മതത്തിൻ്റെ എന്തോ കുടുസുകളായിട്ട്, ഒരു പ്രയാസമായിട്ട് നിങ്ങൾ മതത്തെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇസ്ലാമിനെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നില്ല എന്നാണ്. കാരണം അങ്ങനെ അറിഞ്ഞ അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇതൊരു സങ്കടമായി തോന്നൂല. ഈ ദീൻ എന്നുള്ളത് ഒരു പ്രയാസമായി തോന്നൂല, ഇത് സന്തോഷമായിട്ടാണ് തോന്നുക അല്ലേ. നമ്മൾ ഓരോ ദിവസവും ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും എൻ്റെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ആ നമസ്കാരം ആസ്വാദ്യകരമാവും അല്ലേ. ഓരോ പ്രയാസങ്ങളിലും നമ്മൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യും. അള്ളാഹുവിൽ എപ്പോഴും നമുക്ക് തവക്കുൽ ചെയ്യുക, നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പം, നമ്മൾ അള്ളാഹുവിനെ അറിയുമ്പം, നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന അറിവും വിശ്വാസവും യക്കീനും ഒരാൾക്ക് ഉണ്ടാവുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഇപ്പം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അറിയുന്നതിനേക്കാൾ എൻ്റെ റബ്ബിനറിയാം. എൻ്റെ റബ്ബ് അലീമാണ് അല്ലേ. എൻ്റെ റബ്ബ് എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ളവനാണ്, മുദബ്ബിറാണ് എന്ന് നമ്മൾ അള്ളാഹുവിനെ പറ്റി അറിയുമ്പം നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കും അല്ലേ. ഏറ്റവും സിമ്പിളായ മാർഗ്ഗമാണ്. നിങ്ങൾ എല്ലാ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും കടന്നാകെ എടങ്ങാറായിട്ട് ടെൻഷൻ അടിച്ച് വയലേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം പടച്ചോനിൽ സമർപ്പിച്ചാൽ മതി. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൽ ഭരമേൽക്കുകയും ചെയ്യുക. ബാക്കിയൊക്കെ വരുന്നോടത്ത് വരട്ടെ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, ബാക്കി പടച്ചോന് വിട്ടുകൊടുക്കുക. കാരണം നമ്മുടെ ഗാർഡിയനാണ് പടച്ചോൻ. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പടച്ചോനെയാണ്. അതുകൊണ്ട് നമ്മളെ പടച്ചോൻ തിരിച്ചും സ്നേഹിക്കും. അതുകൊണ്ട് എന്ത് പടച്ചോൻ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിലും അതിലൊരു ഖൈർ ഉണ്ടാകും എന്ന ഹുസ്നുൽ ളന്നു ബില്ലാ, അള്ളാഹുവിനെ കുറിച്ച് നല്ലൊരു വിചാരം ഉണ്ടാകുക എന്നുള്ളത്. നിങ്ങളൊരാളും തന്നെ മരിച്ചു പോകരുതെന്നാണ് നബി പറഞ്ഞത്. എന്ത്? അള്ളാഹുവിൽ നല്ലൊരു വിചാരം ഉണ്ടായിക്കൊണ്ടല്ലാതെ. അപ്പോൾ ആ വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊരു പ്രയാസം വരുമ്പോഴും എൻ്റെ പടച്ചോനിക്ക് അങ്ങനെ വിധിച്ചിക്കണമെങ്കിൽ അതിലൊരു ഖൈറുണ്ടാവും. കാരണം ഞാൻ എൻ്റെ റബ്ബിനാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ റബ്ബിനെ എന്ത് ചെയ്യൂല, ഇടങ്ങാറാക്കൂല. ഒരു ഇടങ്ങേറ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിലൊരു ഖൈറുണ്ടാവും. കാരണം എനിക്കതാണ് ഖൈർ എന്നതുകൊണ്ടാണ് ഞാൻ എത്ര ചോദിച്ചിട്ടും എൻ്റെ മകന് റാങ്ക് കിട്ടാത്തത്, എൻ്റെ മകന് എൻട്രൻസ് കിട്ടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഖൈറില്ല എന്നതുകൊണ്ടായിരിക്കും എന്ന് ആശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ വിശ്വാസം വരണമെങ്കിൽ നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഇങ്ങനത്തെ നല്ലൊരു കാഴ്ചപ്പാട് വേണം. ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല എന്നും മരണത്തിന് ശേഷമുള്ള യഥാർത്ഥ ജീവിതമാണ് ജീവിതം എന്നും അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ എല്ലാം എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുഖവും ദുഃഖവുമെല്ലാം ആ ഒരു ലെവലിൽ കണ്ടുകൊണ്ട് നമ്മളെന്താ പറയുക, നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഉണ്ടാക്കിയ ഒരു വൈബുണ്ട്. ഇവിടെ ഈ സമൂഹവും നാട്ടുകാരൊക്കെ കൂടി ഉണ്ടാക്കിയ കുറേ വൈബുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ ഇട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ദുനിയാവിൻ്റെ എന്തെങ്കിലും വിഭവങ്ങൾ വന്നു ചേരുക, അത് വർദ്ധിക്കുക, ഇതൊക്കെയാണ് നമ്മൾ സന്തോഷവും സുഖമൊക്കെ ആയിട്ട് കാണുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല ഒരു വിശ്വാസിക്കാൻ. നിങ്ങൾ വെച്ചെങ്കിൽ എവിടെയും ദുനിയാവിൻ്റെ എന്തെങ്കിലും വിഭവങ്ങളെപ്പറ്റി ഒരു സന്തോഷിക്കാനോ അല്ലെങ്കിൽ അതാണ് സന്തോഷത്തിൻ്റെ മാനദണ്ഡമെന്ന് ഒരു ഹദീസിലോ ഖുർആൻ്റെ ഒരു ആയത്തിൻ്റെ ഒരു കഷ്ണത്തിലോ കാണാൻ സാധ്യമല്ല. സന്തോഷിക്കാൻ പറഞ്ഞത് മുഴുവൻ സ്വർഗത്തെ പറ്റിയാണ്. ഫബശ്ശിറു അല്ലേ, നിങ്ങൾ സ്വർഗത്തെ പറ്റി സന്തോഷിച്ചു കൊള്ളി, അല്ലെങ്കിൽ ഈ ഖുർആനെ പറ്റി നിങ്ങൾ സന്തോഷിച്ചു കൊള്ളൂ എന്നൊക്കെയാണ് അള്ളാഹു റസൂലും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സന്തോഷത്തിൻ്റെ മാനദണ്ഡം എന്നത് നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ ഇന്നലത്തെക്കാൾ നമ്മൾ ഇന്ന് അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ ഇന്നലത്തെ എൻ്റെ നിസ്കാരത്തെക്കാൾ ഇന്നിൻ്റെ നിസ്കാരം നന്നാക്കാൻ നോക്കണം. ഇന്നത്തെ നിസ്കാരത്തെക്കാൾ നന്നാകണം എൻ്റെ നാളത്തെ നിസ്കാരം
അല്ലേ? നാളെ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ദിക്ർ ചെല്ലാൻ കുറച്ച് വിട്ടുപോയിട്ടെങ്കിൽ നാളെ അത് സംഭവിക്കാൻ പാടില്ല. രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട പ്രാർത്ഥനകൾ, ഒരു മിനിമം പ്രാർത്ഥനകളെങ്കിലും നമ്മൾ ദിക്റുകൾ ചൊല്ലണം. നമസ്കാരങ്ങൾ കൃത്യമായിട്ടൊരാൾ ആണുങ്ങൾ അത് ജമാഅത്തായിട്ട് പള്ളിയിൽ പോയിട്ട് നിർവഹിക്കുക എന്നുള്ളത് അത് മതപരമായ ബാധ്യതയാണ്. ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് നമസ്കാരം ഫർളായി ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത്. അതിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാകാൻ പാടില്ല. അങ്ങനെ ഇതൊക്കെ ജീവിതത്തിൽ അള്ളയും റസൂലും ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ കൂട്ടുനിൽക്കൂല. അതാണ് നമുക്ക് ഏറ്റവും പ്രയോറിറ്റി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയോറിറ്റി എന്താണ്? എൻ്റെ ഒരു വാക്കാകട്ടെ, എൻ്റെ ഒരു പ്രവൃത്തിയാകട്ടെ, എൻ്റെ ഒരു സംസാരമാകട്ടെ, എൻ്റെ ഒരു മെസ്സേജ് ആകട്ടെ, എൻ്റെ ഒരു വോയിസ് ആകട്ടെ, ടെക്സ്റ്റ് ആകട്ടെ, എൻ്റെ വിരൽ തുമ്പ്, എൻ്റെ നാവ് എന്തെങ്കിലും ഒന്ന് ചലിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിനാകൂല. രണ്ടാമതൊന്ന് നമ്മളൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യാം. ഒരു 5 റുപ്യ നമ്മൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ ഇത് നാളെ വിചാരണക്ക് വരുമ്പം അതെനിക്ക് എൻ്റെ സ്വർഗപ്രവേശനത്തിന് പ്രതികൂലമായി ബാധിക്കുമോ എന്ന് നമ്മൾ ആലോചിക്കുന്ന വേണം. ആ ഒരു വൈബിലേക്ക് ആർക്കാണോ ജീവിതത്തെ കൊണ്ടെത്താൻ പറ്റിക്കുന്നത് അവരാണ് ജീവിതം ആസ്വദിക്കുന്നവർ, അവരാണ് ഈ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്തവർ, അവരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ, അവരാണ് റസൂലിനെ സ്നേഹിക്കുന്നത്. ആ ഒരു വൈബിലേക്ക്, ഓളത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം. അതാണ് അങ്ങനത്തെ ഒരാൾക്കാണ് ഒരു ജീവിതത്തെ ആസ്വദിക്കാനും ഈ വിശ്വാസം ആസ്വദിക്കാനും നമുക്ക് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ട സാധനം മഅരിഫത്തുള്ളതാണ്. അള്ളാനെ അറിയുക എന്നുള്ളതാണ്. അതിന് നമുക്ക് അള്ളാഹു വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ആരാണ്. ഇതൊക്കെ അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ് എന്ന് പറഞ്ഞാൽ ഒരാൾ റിസർച്ച് നടത്തി കണ്ടുപിടിക്കണമല്ല. അത് അള്ളാഹു പ്രവാചകന്മാരിലൂടെ വഹിയായിട്ട് അറിയിച്ചു തന്ന കാര്യങ്ങളാണ്. അത് ഖുർആനിലും ഹദീസിലുമുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ ദീന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള മാർഗം. നമ്മൾ എത്രയോ കാര്യങ്ങൾ ജീവിതത്തിലെ ജോലിയുമായി ബന്ധപ്പെട്ട് അതല്ലാത്തപ്പോൾ ഒരു ദിവസം തന്നെ ചില ആളുകളൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് വയസ്സായ ആളുകൾ പത്രം ഇതൊക്കെ ഇങ്ങനെ വായിച്ച് അതിലെ മരണവും ചരമും ഒക്കെ കലക്കി കുടിച്ചിട്ടുണ്ടാവും ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനൊരു പേപ്പർ. അത്രയും നമ്മളെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പുതിയ ജേണലുകൾ, പുതിയ പേപ്പറുകൾ, ഇതിലുള്ള അപ്ഡേറ്റ്, ഇപ്പോൾ ഓരോ കടകൾ നടത്തുന്നവർ ഓരോ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിലെ വർക്ക്ഷോപ്പിന് പോകുന്നുണ്ട്, ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറഞ്ഞത് ഈ ഖുർആനാണ്. അതിനാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ട് തന്ന അള്ളാഹുവിൻ്റെ കയറാണ് ഖുർആൻ എന്ന വഹി. അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ മെനക്കെടന്നെ വേണം. ഈ സഹാബികളൊന്നും നമ്മൾ വിചാരിച്ച ഓലൊക്കെ അറബികളായതുകൊണ്ട് ഓലൊക്കെ ഇങ്ങനെ ഖുർആൻ അങ്ങനെ പഠിച്ചു പോയതാണ്. അല്ല, അവരൊക്കെ സ്ട്രെയിൻ എടുത്തിട്ട്, സ്ട്രെസ് എടുത്തിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നിങ്ങളിങ്ങനെ നാവിട്ടടിക്കേണ്ട പ്രവാചകരെ, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാം എന്ന് ഖുർആനിലെ ആയത്തിറങ്ങിയതാണ്. ഒരു വഹിയും കേട്ട് അവതരിക്കുമ്പോൾ, ഒരു വഹി ജിബ്രീലും കേട്ട് അവതരിപ്പിച്ച് നബിക്ക് ചൊല്ലിക്കൊടുത്തിട്ട് ജിബ്രീലും കേട്ട് പോകുമ്പോത്തിന് നബിക്ക് ടെൻഷനാണ്, ഇത് മറന്നു പോകുമെന്ന്. എന്നിട്ട് നബി ഇങ്ങനെ ചെല്ലി പിന്നെയും ചെല്ലാണ്. നാവിട്ടടിക്കുക എന്നാ പഠിച്ചോൻ പറഞ്ഞു അല്ലേ? എന്തിനാണ് പ്രവാചകരെ നിങ്ങളിങ്ങനെ നാവിട്ടടിച്ചടങ്ങാറാണ്? ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്നുള്ള ഖുർആൻ ആയത്ത് നമ്മളെ കൊണ്ട് ഓദിപ്പിക്കണം. എന്തിനാണ്? നബി അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഖുർആൻ പഠിക്കാൻ. ആലോചിച്ചുണ്ടോ? നിങ്ങൾ ആ ഖുർആന്റെ ആയത്താണ്, പ്രവാചകരെ താങ്കൾ ഇങ്ങനെ നാവിട്ടടിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാം എന്ന ആയത്തിറങ്ങാനുള്ള കാരണം എന്താ? വഹി വന്നു പോകുമ്പം നബിക്ക് ടെൻഷനാണ്, മറന്നു പോകുമെന്ന്. അപ്പം നബി എന്ത് ചെയ്യും? വന്ന വഹി പിന്നെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. അപ്പം അള്ളാഹ് ആയത്തിറക്കി, ബേജാറാകണ്ട, ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം നബി അത്രയും സ്ട്രെസ് എടുത്തിട്ടുണ്ട്, സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ ഖുർആൻ പഠിക്കാൻ. ഈ ഉമർ റളിയല്ലാഹു അൻഹു 12 വർഷം കൊണ്ട് ബക്കറ പഠിച്ചു എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി. ബക്കറ പഠിച്ചാൽ 12 കൊല്ലമാണോ? ഇഫ്ളാക്കണ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ 2 മാസം കൊണ്ട് 1 മാസം കൊണ്ടൊക്കെ ബക്കറ പഠിച്ച് കാണിച്ചു തരും. അപ്പോൾ 12 കൊല്ലം കൊണ്ട് ബക്കറ പഠിച്ചതെന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ് പഠിക്കുക. അത് ജീവിതമാണ്. ജീവിതത്തിൽ ഖുർആൻ ഉണ്ടാകണം. അതുകൊണ്ട് ഇതൊന്നും പ്രായമായി എന്ന് പറയാനോ സമയമില്ല എന്ന് പറയാനോ ഒഴിവില്ല എന്ന് പറയാൻ പാടില്ല. എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. പിന്നെ എന്താ അറിയോ, ഒക്കെ സമയമുള്ളൊരു സമയം വരും, എല്ലാവർക്കും വരും. മരിക്കണീന് മുമ്പ് ഒരു സമയം വരും. ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്, ഇതൊക്കെയാണ് കാര്യം എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം വരും. പക്ഷെ പിന്നെ അധികം
പിന്നെ അധികം ആയുസ് ഉണ്ടാവില്ല. ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ, മരണം ഉറപ്പായി കഴിഞ്ഞാൽ, ആ സഹോദരിക്ക് സംഭവിച്ച പോലെ ഒരു സ്കാൻ ചെയ്തിട്ട് ഇതാ ക്യാൻസർ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്, നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന് പറയുമ്പം നമുക്ക് തിരിച്ചറിവുണ്ടാവും. പക്ഷേ പിന്നെ നമുക്ക് അധികം ദിവസം ഉണ്ടാവില്ല ഇതൊന്നും മനസ്സിലാക്കാനും പഠിക്കാനും. അതുകൊണ്ട് ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. ഈ ഖുർആൻ പഠിക്കുക, അത് പ്രയോഗവൽക്കരിക്കുക എന്നുള്ളത്, അത് നമ്മുടെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ, ആ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ വഹി കൃത്യമായിട്ട് പഠിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് മുസ്ലിം എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനുള്ള ഇഷ്ടംപോലെ സംവിധാനങ്ങൾ, ഖുർആൻ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ പഠിക്കാനുള്ള ഒട്ടേറെ സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദീൻ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തു ജുമുഅയിലെ 2-ാമത്തെ ആയത്തിൽ വയുഅല്ലിമുഹുമുൽ കിതാബ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അവരെ ഖുർആൻ പഠിപ്പിച്ചു എന്നാണ്, ഓതിക്കൊടുത്തു എന്നല്ല. വെറും ഓതി കേട്ട് പോകല്ല, പഠിപ്പിച്ചൊക്കെ തന്നെയാണ്, അവർ പഠിച്ചൊക്കെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഖുർആൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വലിയ മാറ്റമുണ്ടാകും. കാരണം ആ ഖുർആനാണ് ചരിത്രത്തിൽ ഇത്ര വലിയ മാറ്റമുണ്ടാക്കിയത്. ഇമാം മാലിക് പറഞ്ഞ പോലെ മുൻഗാമികൾ എന്തൊന്നുകൊണ്ടാണോ മാറിയത് അതുകൊണ്ട് തന്നെയാണ് പിൻഗാമികൾക്കും മാറാൻ പറ്റുള്ളൂ എന്നുള്ളത്. ആ ഖുർആനാണ്, ആ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഓതിക്കൊടുത്ത ഖുർആൻ വചനങ്ങൾ, അത് സഹാബികൾ താബിഈങ്ങൾക്ക് പകർന്നു കൊടുത്തു. ആ ആയത്ത് എപ്പോൾ, എവിടെ, എങ്ങനെ, ഏത് സന്ദർഭത്തിൽ അവതരിച്ചു എന്നതുകൊണ്ട് അങ്ങനെയാണ് അവർ ആയത്ത് മനസ്സിലാക്കിയത്. വെറും ഓതിപ്പടിച്ചേക്കല്ല, ഒരായത്ത് എപ്പോൾ, എങ്ങനെ, എന്തിന്, ഏത് സന്ദർഭത്തിൽ ഇറങ്ങി, ആ ആയത്തിന് അവരെന്ത് മനസ്സിലാക്കി, ആ ആയത്തിന് ശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി, അങ്ങനെയാണ് ജീവിതം കൊണ്ടാണ് അവർ ഖുർആന് മറുപടി കൊടുത്തത്. അതാണ് സഹാബത്ത് താബിഈകൾക്ക് നൽകിയത്, അതാണ് താബിഈകൾ തബഉ താബിഈങ്ങൾക്ക് നൽകിയത്, അതാണ് 14 നൂറ്റാണ്ടുകളായി പരമ്പരകളായിട്ട് തലമുറകളിലൂടെ ഇസ്ലാമിൻ്റെ ആ പൈതൃകം, ആ മൻഹജാണ് നമ്മൾ കൈമാറ്റം ചെയ്തു വരുന്നത്. അതുകൊണ്ട് ഖുർആനിനെ അങ്ങനെ പഠിക്കാനും മനസ്സിലാക്കാനും പ്രയോഗവൽക്കരിക്കാനും അത് കൃത്യമായി പഠിപ്പിക്കുന്ന കൂട്ടായ്മയുടെ കൂടെ നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാ തിന്മയുടെയും ബാത്തിലിൻ്റെയും അതിൻ്റെ ആളുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന والمؤمنات والمسلمين والمسلمات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. توفنا مسلمين وألحقنا بالصالحين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مسرف القلوب سرف قلوبنا على طاعتك. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.